അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി അള്ളാഹുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഇപ്പോൾ ഫസ്റ്റ് വ്യക്തിപരമായിട്ടുള്ളത്, മലക്കുകളുമായി ബന്ധപ്പെട്ടത്, മറ്റുള്ള മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടത്, അത് കഴിഞ്ഞ് സമൂഹത്തിനോട്, മറ്റേതെങ്കിലും വ്യക്തികളുമായിട്ടല്ല, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ. അഞ്ചാമത്തേത്, അവസാനത്തേതും അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടത്. അതിൽ ചിലതൊക്കെ ജനങ്ങളോട് ബന്ധമുണ്ടാകും, പക്ഷെ അള്ളാഹുമായിട്ട് നേരിട്ട് ബന്ധമാണ്. ജനങ്ങളോട് ബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹ് ഉടനെ നമ്മൾ വെറുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ബന്ധപ്പെട്ട ഒരാളോട് ചെയ്യേണ്ട കടമ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ നമ്മൾ വെറുക്കും, അയാൾക്കൊരു നീരസം ഉണ്ടാവും. ഇതേപോലെ അള്ളാഹുമായി ബന്ധപ്പെട്ട നന്മകൾ ചെയ്യുന്നില്ലെങ്കിൽ, അതിന് തിന്മകൾ ചെയ്യുകയാണെങ്കിൽ അവിടെ അള്ളാഹുവിന് നമ്മോട് നീരസം, നമ്മൾ അള്ളാഹുവിന്റെ വെറുപ്പിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരു ചില കാര്യങ്ങൾ മാത്രം എണ്ണി പറയാൻ ഉദ്ദേശിക്കുകയാണ്. പറയുന്നു, ഒന്ന്, ആവശ്യമില്ലാതെ സത്യം ചെയ്യുക. സത്യം ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോൾ സത്യം ചെയ്യുക. അള്ളാഹ് സത്യം, അള്ളാഹ് സത്യം, അള്ളാഹ് സത്യം എന്ന് പറയും. നമ്മളെ ഇടയിൽ അള്ളാഹ് സത്യമാണ്, അപ്പുറത്തെ മൊയ്തീൻ ഷേഖാണ് സത്യം എന്ന് പറയും. മമ്പർത്ത വല്യങ്ങളാണ് സത്യം എന്ന് പറയും മലപ്പുറം ജില്ലയിൽ പോകുമ്പോൾ. അപ്പൊ അങ്ങനെ തൊട്ടിനൊക്കെ സത്യം ചെയ്യും. അപ്പോ ഇതിന്റെ ആവശ്യമില്ല, സത്യം ചെയ്യേണ്ട ആവശ്യം വന്ന് സത്യം ചെയ്താണ്. മറ്റത് അള്ളാഹിനെ കളിയാക്കലാണ്. ഇത്തരണത്തിൽ ചെറിയൊരു കാര്യം കൂടെ എനിക്ക് ഓർമ്മ വന്നുകൊണ്ട്, അത് സാധാരണ എപ്പോഴും നമുക്ക് കാണുന്ന ഒരു സംഗതിയാണ്, അതൊരു കൂട്ടത്തിൽ പറയാം. അതിന് തസ്ഫീഫ് കർണ എന്ന് പറയും. അതായത് അള്ളാഹിനെ തരം കുറച്ച് കാണില്ല, വെറുതെ സത്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ അള്ളാഹിനെ തഖ്ഫീഫ് ചെയ്യുന്ന, അള്ളാഹിനെ തരം താഴ്ന്ന് കാണുന്ന ഒരു സ്വഭാവമാണ് വെറുതെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞ നടക്കല്. പെട്ടെന്ന് നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ടാവും. ഹലോ സാനി പറഞ്ഞാണ്, ദുആ ചെയ്യുന്ന ആളോടെ അത് പറയേണ്ടുള്ളൂ, അല്ലെങ്കിൽ ദുആനെ കളിയാക്കലാണ്. ദുആ എന്ന് പറഞ്ഞ സാധാരണ സംഗതി അല്ല. അത് വളരെ സീരിയസ് ആയിട്ട് അള്ളാഹിന്റെ തിരുമുമ്പിൽ കരഞ്ഞ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അല്പം വിഷയത്തിൽ മാറി ഞാൻ സംഗതി പറയട്ടെ. ഒരു സഹാബിയോട് പറയുന്ന ഒരാൾ ചെന്നിട്ട് എനിക്കിത് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ സഹാബി എന്താ പറയുന്നത്, ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്നാണ്, നാളെ ചെയ്യാമെന്നാണ്. അതിന് കാരണം പറഞ്ഞു, ഞാൻ ഇന്ന് ഒരാളോട് ദുആ ചെയ്യാൻ വേണ്ടി ഏറ്റിട്ടുണ്ടെന്ന്. ദുആ ചെയ്യാന്ന് പറയും പകുതി മരണമാണ്. അങ്ങനെ രണ്ടാളോട് ദുആ ചെയ്യാൻ ഏറ്റിരിക്കുന്നത് 2 പ്രാവശ്യത്തിലധികം എനിക്കിന്ന് രാത്രി മരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ദുആന്റെ ശക്തി അതാണ് ദുആ ചെയ്യുന്ന പരിപാടി. ദുആ എന്ന് പറയുന്നത് ഒരു കളിയല്ല. എപ്പോഴും അങ്ങനെ പറഞ്ഞാൽ നമ്മളിങ്ങനെ മന്ത്രി വായിന്ന് വിളിച്ചു പറഞ്ഞാൽ അത് വരും, ഓം പറഞ്ഞിട്ട് മറ്റേ ആൾ മന്ത്രവാദം കളിക്കുമ്പോൾ കളിക്കലല്ലോ. ദുആ പറഞ്ഞാൽ മനസ്സ് അലിഞ്ഞ് വേദനിച്ച് അതിൽ പെടയുന്ന ഹൃദയത്തോട്, ഒരു പക്ഷി അറുത്തിട്ടതുപോലെ പെടയുന്ന ഹൃദയത്തോട് ദുആ ചെയ്യലാണ്. ആ ഒരു സംഗതി ഒന്നും ചെയ്യാത്തവരത്തിനെ കാണുമ്പോൾ ദുആ ചെയ്യണം എന്നൊരു സലാം പറയുമ്പോഴുള്ള അത് ദുആനെ കളിയാക്കലാണ്. അത് ആ ഒരു സീരിയസ്നെസ്സോട് കൂടി അല്ലാതെ അത് പറയരുത് എന്ന് ഖലീഫത്തുൽ മസീഹ് സാനി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇടയിൽ ഓർത്തതാണ്. അള്ളാഹുവിന്റെ അത് കാരണം സമൂഹത്തിൽ നമ്മൾ ഇത് പറയാനായിട്ട് ഒരു സാഹസമൊന്നും കിട്ടൂല. പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറയുമ്പോൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും, ദുആ ചെയ്യേണ്ട സീരിയസ്നെസ് മനസ്സിലാവും. ആവശ്യമില്ല നമ്മൾ മറ്റൊരോട് നടന്ന് അണ്ടനോട് അരങ്ങോടനോട് ദുആ ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. അത് വിചാരിച്ച് തമ്മിൽ പറയരുതെന്നല്ല, ആ സീരിയസ്നെസ്സോട് കൂടി നിങ്ങൾക്ക് പറയാം. എൻ്റെ അവസ്ഥ ഇതാണ്, എന്നെ അവസ്ഥയിലാണ് ഞാനുള്ളത്, എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ രക്ഷല്ല, ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ്, നിങ്ങളെ ദുആ മാത്രം എനിക്കുള്ളത് എന്ന നിലയിൽ നമുക്ക് പറയാം. അതല്ലാതെ അങ്ങനെ പറയും ചെയ്യണം, പറയരുതെന്നല്ല. എപ്പോഴും നമ്മൾ ഇപ്പോൾ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ മലക്കുകളെ നമ്മൾ നിർത്തിയിട്ടുള്ള മലക്കുകളുടെ ഒരു വ്യൂഹം എങ്ങനെയെന്ന് വെച്ചാൽ, വേറൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആളുകളോട് മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക മലക്കുകൾ, റബ്ബേ ഇയാളുടെ വിഷമങ്ങളും തീർക്കണേ എന്ന് ദുആ ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് നേരിട്ട് ദുആ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വേറൊരാൾക്ക് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ദുആ കബൂലായിട്ടില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ദുആ ചെയ്യുന്ന മലക്കിന്റെ ദുആ എന്തായാലും കബൂലാവും. അതുകൊണ്ട് പരസ്പരം ദുആ ചെയ്യാൻ ഉപദേശിക്കുകയും പരസ്പരം ദുആ ചെയ്യാൻ അപേക്ഷിക്കുകയും ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. സീരിയസ് അല്ലാത്ത നിലയിൽ ഈ കാര്യം ചെയ്യുന്നത് ദുആനെ കളിയാക്കലായി മാറും എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. കഠിനതരമായിട്ട് നിരാശ കാണിക്കുന്നതിൽ ഒരു കാര്യത്തിൽ എനിക്കിത് ശരിയാവില്ല, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് എനിക്ക് എപ്പോഴും ഓർമ്മ വരും, ഈ പ്രശ്നം നിരാശയുള്ള വാക്ക് പറഞ്ഞാൽ എനിക്ക് അയാൾ ഓർമ്മ വരും. മുമ്പ് പറയുന്നത് നമുക്ക് ഗതി പിടിക്കൂല, നമ്മളെ വിധി ഇങ്ങനെയാണെന്നാണ്. സാധാരണഗതിയിൽ എവിടെയാണോ ഒരാൾ ഗതിമുട്ടി മരിക്കുന്നത് അവിടുന്നാണ് അയാൾ ജീവിക്കുന്നത്. നമ്മൾ
ഗതികുട്ടി മരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് ഇനി രക്ഷയില്ലാന്ന് വിചാരിക്കുന്ന സ്ഥലം. അവിടുന്നാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം തുടങ്ങുന്നത്. അപ്പൊ അത് ഒരു മായൂസി, അതായത് അങ്ങേയറ്റം നിരാശാജനകമായ ഹതാശ കാണിക്കാൻ പാടില്ല. ഒന്നിനും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരു കാര്യത്തിലും നിരാശ കാണിക്കേണ്ട ആവശ്യമില്ല. പടച്ചോനെന്താ പൊട്ടന? യാക്കൂബ് അലൈഹിസ്സലാം മകനെ വിട്ട് വർഷങ്ങളോളം കഴിഞ്ഞിട്ട്, അത് മരിച്ചുപോയി എന്നാണ് ചെറുപ്പത്തിൽ എല്ലാവരും പറഞ്ഞു വരച്ചിട്ടുള്ളത്. ഇല്ല, എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു ദുആ ചെയ്തുകൊണ്ട് അവസാനം വയസ്സാകുന്ന സമയത്ത് തിരിച്ചു കിട്ടി. ദുആ ചെയ്യുന്ന കാര്യത്തിലാണ് ഇത് ഉള്ളത്. മറ്റൊരു കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. എന്തൊരു കാര്യം എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി എന്ന് ഒരിക്കലും കരുതാൻ പാടില്ല. അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന കാര്യമാണ്. കാരണം അള്ളാഹ്ക്ക് കഴിവില്ല എന്നുള്ള പറയുന്നത് നമ്മൾ ചർച്ച ചെയ്തു വരുന്നതാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം അള്ളാഹിന്റെ കോപത്തെ പിടിച്ചു വാങ്ങുന്ന സ്വഭാവമാണ്. ചില ആളുകൾ പറയും എനിക്കൊന്നും ഇതൊന്നും നടക്കില്ല. അങ്ങനെ ഒരു നിരാശ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എൻ്റെ റബ്ബ് അതിന് കഴിവുള്ളവനാണ്, എൻ്റെ റബ്ബാണ് ചെയ്യുന്നത്, ഞാനല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകൾ അവൻ നന്നാവില്ലെന്ന്, ഇന്നത്തെ അല്ലണ്ടപ്പോൾ ഞാൻ നന്നാവില്ല നമ്മൾ ചൊല്ലു വന്നു എന്നല്ലാതെ അതിന് കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് അത് ആ ഒരു സ്വഭാവം വരുന്നുവെങ്കിൽ അതിന്റെ കാരണം ഹുസൂർ തിരുമനസ് പറയുന്നു, യ ഖുദാ തആല पर बदज़नी के नतीजे में पैदा होते हैं. അള്ളാഹുവിനെ കുറിച്ചുള്ള ബദ്സന്നി അഥവാ ദുർധാരണ കാരണമാണ് ഇത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടാകുന്നത്. അള്ളാഹ് മോശക്കാരനാണ് എന്ന് വരുമ്പോഴാണ് അയാൾ മോശക്കാരനായി മാറുന്നത്, ഹതാശ നിരാശയിൽ നിമഗ്നമാകുന്നത്. മറ്റൊന്ന്, ഹൃദയത്തിൽ വൃത്തികേടുകൾ കൊണ്ടു നടക്കുക. ഹൃദയത്തിന്റെ കാര്യമാണ് ചർച്ച ചെയ്ത് വന്നത്. പക്ഷെ ഇതൊരു തിന്മയായിട്ട് അള്ളാഹു നമ്മളെ വെറുക്കുന്ന ഒരു സംഗതി. കാരണം ദിൽ ബൈത്തുള്ള കഹലാത്ത, ഹൃദയം എന്നത് അള്ളാഹുവിന്റെ വീടാണ്. അള്ളാഹുവിന് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീട് പോലെയാണ് നമ്മുടെ ഹൃദയം അള്ളാഹ് തന്നിട്ടുള്ളത്. അത് ജോ ദിൽ കോ ഖറാബ് കർത്താ ഹൈ ഗോയാ ഖുദാ കോ ഉസ്കെ ഘർ മേ ആനെ സെ റോക്താ ഹൈ. തന്റെ ഹൃദയത്തെ മോശമാക്കുന്ന വ്യക്തി അള്ളാഹു തന്റെ ഹൃദയത്തിലേക്ക് വരുന്നതിനെ തടയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഉണ്ടാക്കി വെച്ച സ്ഥലം അവിടെ വൃത്തികേടാക്കി വെക്കുകയാണ്. അള്ളാഹ് അങ്ങോട്ട് വരാൻ കഴിയില്ല. അത് അള്ളാഹു നമ്മൾ വെറുക്കുന്ന അള്ളാഹുവിന്റെ കോപത്തെ പിടിച്ചു വാങ്ങലാണ്. എങ്ങനെ ഹൃദയത്തെ വൃത്തികേടാക്കല്? മോശപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. മനപ്പായസം ഉണ്ടെന്ന ആൾക്കാരുണ്ട്, വെറുതെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ആവശ്യമില്ലാത്ത പക ഹൃദയത്തിൽ വെച്ച് നടക്കാൻ. ഹൃദയത്തെ കേടുവരുത്തുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ വന്ന് കയറിപ്പോവും. അത് നമ്മൾ ഉടനെ തന്നെ നന്മയിലേക്ക് മാറ്റുകയാണെങ്കിൽ നന്മയുടെ പ്രതിഫലം കിട്ടുമല്ലോ. പക്ഷെ അത് വരുന്നതിനെ വെച്ച് പരത്തിക്കൊണ്ടിരിക്കാതിരിക്കുക, അതും അള്ളാഹുമായി ബന്ധപ്പെട്ട തിന്മയാണ്. അഹ്കാമെ ശരീഅത്ത് ക ഇൻകാർ, ശരീഅത്തിന്റെ കൽപ്പനകളെ നിഷേധിക്കുക. ഇപ്പൊ ശരീഅത്തിന്റെ കൽപ്പന അങ്ങനെയാണ്, അതിപ്പോ ഖുർആനിലുള്ളതാണ്, അത് നമുക്ക് ബാധകമല്ല. അതിന് മനഃപൂർവ്വം നിഷേധിക്കും. ബാത്തിലായിട്ടുള്ള, അതായത് വ്യാജമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുക. ചില ആൾക്കാർ അങ്ങനെയാണ്. അതെന്തായാലും അത് അവിടെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അങ്ങനെ ആയതാണ്. ഒരിക്കലും ഇല്ല സാധനം. ജിന്ന്, പ്രേതം, ഭൂതം ഇങ്ങനെ കണ്ണിക്കണ്ട സംഗതികളൊക്കെ ഉണ്ടെന്നും അതെന്തോ ശകുനപ്പഴയാണെന്നും രാവിലെ മറ്റവനെ കണ്ടിട്ടാണ് തലമ മുട്ടിയതെന്നും. അപ്പോൾ അവൻ്റെ കാലം പിന്നെ ഓനെ എന്നും കാണണം, അവൻ്റെ തന്നെ എടുക്കണം മുട്ടണ്ടേ, കണ്ണാടിയിലേക്ക് മോനെ മുട്ടണം. രാജാവ് ഒരിക്കൽ എണീറ്റ് ഉടനെ തന്നെ തല ജനലിൽ കുത്തിയാണ്. അപ്പം അറബിക്കഥയിൽ വന്നൊരു കഥയാണ്. അപ്പോൾ രാവിലെ തന്നെ വേലക്കാരനെ കണ്ട് കഴിഞ്ഞ് തല പൊക്കിനോട് ജനൽമ കൊത്തി. അതിലവന് തല വെട്ടണം എന്ന് പറഞ്ഞു. കാരണം അവനെ രാവിലെ കണ്ടിട്ടാണ് എൻ്റെ തല വെട്ടേണ്ടി വന്നത്. അങ്ങനെ തല വെട്ടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഈ വേലക്കാരൻ പറഞ്ഞു, രാജാവേ, താങ്കൾ എന്നെ ശകുനം കണ്ടതിനാൽ എന്തായി, താങ്കളുടെ തല മുട്ടി എൻ്റെ തല വെട്ടണേ. നിന്റെ കരുമോന്ത കണ്ടിട്ടാണ് എൻ്റെ തല വെട്ടണത്, അതിനെന്തോ നിന്നെ ചെയ്യണമെന്ന് വെച്ചു. ഏതായാലും ചാവാണ്, നല്ലോണം പറഞ്ഞ് ചാവാൻ വിചാരിച്ചു. രാജാവിനെ കണ്ടോണ്ടല്ല അവിടെ തല വെട്ടേണ്ടി വന്നത്. ഞാനും രാവിലെ നിന്നെ തന്നെ കണ്ടത്. ആ കരുമോന്ത കണ്ടതുകൊണ്ടാണ് എൻ്റെ തല വെട്ടേണ്ടി വന്നത്. അവസാനം രാജാവളെ വിട്ടണം, ഞാൻ വേറെ വഴിയില്ലെന്നാണ്. അപ്പം ഇത്തരത്തിലുള്ള ശകുനപ്പഴ അങ്ങനെയുള്ള ഒരു കാര്യമില്ലാത്ത അഖീദകൾ വെക്കുക, വിശ്വാസങ്ങൾ വെച്ചുള്ളത്. പാമ്പ് അതിന് മുട്ട കൊടുക്കുന്ന ഒരാളെ കണ്ടിരുന്നു ഞാൻ. അതല്ലെങ്കിൽ അയാൾക്ക് എന്തോ പ്രശ്നം വരുത്തരാം. ഞാൻ പറഞ്ഞെങ്കിൽ എനിക്ക് എന്നതാണ്, പാമ്പിനെ ഞാൻ കൊന്നുതരാം, പ്രശ്നം തീർന്നല്ലെന്നാണ്.
പിന്നെ ഒരു പാമ്പിന് നമ്മുടെ വീട്ടിലൊരു പാമ്പ് വരും ഇടക്കിടക്ക്, അതിനെ കൊല്ലാൻ പാടില്ല അത്ര. അതിനെ കൊന്നാൽ അവിടെ ആ നാട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാവും. ആ ഒരു സ്ഥലം തച്ചു കൊന്ന്, എന്തായാലും അത് കാത്തിരുന്ന് തച്ചു കൊന്ന്. കാരണം ഇതിനെ കൊണ്ട് എന്താ പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ ഉണ്ടാവട്ടെ, എനിക്കുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ അനാവശ്യമായിട്ട് അതിപ്പോൾ നമ്മളും വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പാമ്പിനെ പേടിച്ച് എല്ലാവരും പ്രശ്നം ഏതെങ്കിലും ഒരു കാലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്യാണ്ടാവും ആ ഭാഗത്ത്. അപ്പോൾ പാമ്പുണ്ട് അവിടെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെല്ലില്ല ഒരാൾ വൈകുന്നേരം. അതങ്ങനെ ഉദ്ദേശമായിരിക്കും ഉണ്ടാവുക. ഏതായാലും സംഗതി ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നത് അള്ളാഹുവിന് കോപത്തെ വലിച്ചെടുക്കണം. പുലർത്തുന്നതുകൊണ്ടല്ല പ്രശ്നം, അങ്ങനത്തെ ആളോട് അള്ളാഹ് കോപിക്കും. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട തിന്മയാണത്. സത്യമായിട്ടുള്ള വിശ്വാസങ്ങളെ നിഷേധിക്കും. ഒന്ന് ഇല്ലാത്തത് അംഗീകരിക്കല്, സത്യം അക്കായിന്റെ ഹക്കൺ, അതായത് മലക്കുകളുണ്ടോ ചാവുന്നില്ല, അതൊന്നും ഉണ്ടാവില്ല. റസൂൽ അതൊന്നും ഉണ്ടാകാൻ പറ്റില്ല. റസൂലൊക്കെ പറയുന്നത് നമ്മളമാരി തന്നെ ആൾക്ക് തോന്നിയല്ലേ. ഇത്തരത്തിലുള്ളതും അള്ളാഹുവിന്റെ കോപത്തെ വിളിച്ചു പറയും. ഇൽഹാം ഉണ്ടാകാൻ പാടില്ല, സ്വർഗം നരകം ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചില ആളുകളുണ്ട്, ഭയങ്കര അതിബുദ്ധിയുള്ള ആൾക്കാരെ. അതൊന്നും ഉണ്ടാവില്ല, ഇവൻ കാണാത്തൊന്നും ഉണ്ടാവില്ല എന്നാണ്. മറ്റൊന്ന് ഇബാദത്തിന്റെ അഹ്കാമെ ശരീഅത്തിൽ ചിലത് മനഃപൂർവ്വം ഒഴിവാക്കൽ, അത് അള്ളാഹുവായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ നിസ്കാരം സ്കെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അതിനുള്ള സൗകര്യമൊക്കെ കിട്ടിയാലും ചെയ്യില്ലാന്ന്, അത് പിന്നെ അള്ളാഹുവിന്റെ കോപത്തെ വിളിച്ചു വരുത്തലാണ്. അതല്ലെങ്കിൽ ഖുറാനിൽ എന്തെങ്കിലും കൽപ്പന ഉണ്ടെങ്കിൽ അതൊന്നും വലിയ വിഷയമല്ല എന്ന നിലയിൽ അത് ചെയ്യാൻ കഴിയാതിരിക്കൽ വേറെയാണ്. വിഷമം കൊണ്ടും മറ്റു പ്രശ്നങ്ങൾ കൊണ്ടും നിർബന്ധ സാഹചര്യം ഒക്കെ വേറെയാണ്. പക്ഷെ അത് ചെയ്യേണ്ടതില്ല എന്ന് നിഷേധിക്കൽ. മറ്റൊരു സംഗതി, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ കുറവ് വരുത്തുക. അത് സ്വല്പം മനസ്സിലാക്കേണ്ടതായ, നമുക്ക് സ്നേഹിക്കാനുള്ള അള്ളാഹിനോട് വേറെ ആരുമില്ല. എന്തെല്ലാം സൗകര്യങ്ങളാണ് അള്ള തന്നത് എന്ന് ഞാനിപ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും എന്നെ അടങ്ങാറാക്കുന്ന ഒരു സംഗതിയുണ്ട്. അവിടെ കോഴിക്കോട് ഭാഗത്തൊരു ഓക്സിജൻ ഫാക്ടറി ഉണ്ട്, അത് കാണാൻ പോയിരുന്നത്. അവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ, ഒരുപാട് വർക്കേഴ്സ്, ഒരുപാട് മെഷീനുകൾ, കുറേ സിലിണ്ടറുകൾ. ഇവിടുന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഓക്സിജന്റെ സിലിണ്ടർ വേറെയാണ്. വേറെ എന്തൊക്കെ ആവശ്യത്തിനാണ് എനിക്കറിയില്ല. ആശുപത്രിയിൽ ചെല്ലുന്ന സിലിണ്ടർ കൊണ്ടുപോയെങ്കിൽ അത് പിന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേറെ ഡോക്ടർ വേണം, അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേറെ ആൾ വേണം, അതിൻ്റെ ഉപകരണങ്ങൾ വേണം, എന്നിട്ടാണ് അത് കൊടുക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ പണിയെടുത്തിട്ടാണ് ഒരു മിനിറ്റ് സമയത്തേക്ക് ഒരാൾക്ക് ശ്വാസം കൊടുക്കാൻ കഴിയുന്നത്, ഓക്സിജൻ കൊടുക്കാൻ കഴിയുന്നത്. ആ സംഗതി നമ്മൾ മേപ്പിട്ട് വലിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ വെള്ളത്തിൻ്റെ പ്രവർത്തനം, നമ്മളുടെ എനർജി സൂക്ഷിച്ചു വെക്കുന്ന സംവിധാനം, നമ്മുടെ രക്തത്തിലോടുന്ന സിരകളിലോടുന്ന രക്തത്തിൻ്റെ സംവിധാനം, അതിൻ്റെ ശുദ്ധീകരണം, മാലിന്യങ്ങളുടെ വിസർജനം. ഞാൻ പിന്നെ ഒരു ഓപ്പറേഷൻ ഒരിക്കൽ ഒരു യൂറോളജിസ്റ്റ് കരുനാപ്പള്ളി ഉണ്ടായിരുന്ന സമയത്ത് ഒരു യൂറോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് വേണം, എന്നുള്ള പേര് സതീശൻ എന്നുണ്ടാണ്. അദ്ദേഹം പിന്നെ ഓപ്പറേഷന് പോകുമ്പോൾ മൗലവി ഇന്ന് ഒരു കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷനാണ്, ദുആ ചെയ്യണമെന്നോ. അത് ക്രിസ്ത്യാനിയാണ്, പക്ഷെ നമ്മളോടൊരു പ്രത്യേക സ്നേഹമുള്ള ആളാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അത് എനിക്കും അറിയില്ല എന്നാണ്. എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു അരിപ്പ വെച്ചാൽ അരിപ്പൻ്റെ അടിയിലേക്ക് വെള്ളം ചാടലാണ്. ഇത് യൂറിൻ വരുന്ന ഒരു ഭാഗത്ത്, അതാണ് പറഞ്ഞ ഓർമ്മയിലാണ് ഞാൻ പറയുന്നത്, യൂറിൻ മുമ്പോട്ട് പോകും, കല്ലാണ്, അതിലുള്ള മാലിന്യങ്ങളാണ് താഴത്ത് ചാടുന്നത്. അരിപ്പയാണ് സാധനം, പക്ഷേ ഈ മാലിന്യങ്ങൾ പതുക്കെ അകത്തേക്ക് ചാടും, യൂറിൻ മുമ്പോട്ട് പോകും. അവിടെയാണ് കുഴപ്പമുള്ളതെന്നാണ്. അപ്പോൾ അള്ളാന്റെ സംവിധാനങ്ങളുടെ ശാരീരികമായിട്ട് അനോട്ടമിയിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന സാധനം അനോട്ടമിയാണ്. ഇവിടെ എവിടെങ്കിലും ചെറുതായിട്ടൊരു പ്രശ്നം വന്നാൽ നമ്മളെ കഥ പോക്കാണ്. നല്ല നിലക്ക് നടക്കണം, യൂറിക് ആസിഡ് കൂടി ഉടമ്പി നടക്കണം. നല്ല ചുവട്ട് നടക്കുന്ന ആൾക്കാരെക്കാരും തിരിഞ്ഞും പറഞ്ഞ് നടക്കും. സൂരജില്ല പറഞ്ഞാൽ എല്ലാവരും സൂരജിനെ നോക്കുകയാണ്. എല്ലാവർക്കും ഉണ്ട്, ചിലർക്കൊക്കെ ഉണ്ട്, ആർക്കുള്ളവർക്ക് നാളുണ്ടാവും, പ്രശ്നമൊന്നുമില്ല. അതേപോലെ യാതൊരു പ്രശ്നമല്ല നടക്കുന്ന ഷുഗറാണെന്ന് പിറ്റേന്ന് തളർന്നു വീഴൽ തുടങ്ങി. എവിടെ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് വെല്ലറ്റിൽ കൊണ്ടിട്ട്. ഇതൊക്കെ കാത്തു നിൽക്കുന്ന അള്ളാനെ സ്നേഹിക്കണില്ല, വേറെ ആരെ പോയി സ്നേഹിക്കാനുള്ളത്?
എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു തന്നിട്ട്. വെറും കുടിക്കണ വെള്ളം നിർത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് പണി. അപ്പോൾ അത് ഈ ഒരു സംവിധാനത്തെ അള്ളാഹ് നമുക്ക് ചെയ്തിരുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹിനെ എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാണ്. ഒരു കുട്ടി ഇന്നലെ എന്നോട് വെറുതെ സംസാരിക്കുമ്പോൾ ദുആ ചെയ്യുന്നതിൻ്റെ സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാമെന്നാണ്. ദുആ ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളെ റബ്ബേ അതിനെ വിലമതിക്കാനുള്ള ഭാഗ്യം എനിക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യനും അത് കൊടുക്കണേന്നാണ് ദുആ ചെയ്യുന്നത്. എല്ലാ മനുഷ്യനും അള്ളാഹ് കൊടുത്ത അനുഗ്രഹം വിലമതിക്കാനുള്ള ഒരു ആഗ്രഹം, ഒരു മനസ്സ് കൊടുത്താൽ ലോകം നന്നാവും. ആ അനുഗ്രഹങ്ങൾ, എനിക്ക് തന്ന അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കാൻ എനിക്കും ഭാഗ്യം തരണേ. ഒരു സ്ത്രീ, പാകിസ്ഥാനിലുള്ള ഒരു സ്ത്രീ, ഒരു മഹദി, ഭക്ഷണം കഴിച്ച ഉടനെ പോയിട്ട് മുസല്ലട്ട് നമസ്കരിക്കും, പിന്നെ സുജൂദ് ചെയ്യും. മുസല്ലട്ട് വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടായി പോയി സുജൂദ് ചെയ്തിട്ട് കൈ കഴുകാതെ സുജൂദ് ചെയ്യും. എന്നിട്ട് പറയും, റബ്ബേ ഈ ഭക്ഷണം കിട്ടാത്ത എത്ര ആൾക്കാർ ലോകത്തുണ്ട്, കിട്ടുന്ന ആൾക്കാർ എത്ര ആൾ തിന്നാൻ പറ്റാത്ത ആളുകളുണ്ട്, തിന്നുന്നതിന് എത്ര ടേസ്റ്റ് ഇല്ലാത്തവരുണ്ട്, എന്നിൽ എന്ത് ഗുണം നീ കണ്ടു, എനിക്ക് നീ അനുഗ്രഹം തന്നുവല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് 2 പ്രാവശ്യം സുജൂദ് ചെയ്തിട്ടാണ് പിന്നെ കൈ കഴുകാൻ പോവാം. അപ്പോൾ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് അവനോടുള്ള സ്നേഹത്തിലുള്ള കുറവ് എന്നുള്ളത് അള്ളാഹുവിനോട് അള്ളാഹുമായി ബന്ധപ്പെട്ടൊരു പാപമാണ്. അത് നമ്മളുടെ എല്ലാ സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഒരു സമയത്ത് അത് ഒഴിവാക്കാൻ പറ്റാത്ത സംഗതിയുമാണ്. മറ്റൊന്ന്, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനോടും അദബില്ലാതാണ്. റസൂൽ തിരുമേനിയെ കുറിച്ച് പറയുമ്പോൾ റസൂൽ തിരുമേനിയുടെ അനുഗ്രഹങ്ങൾ, ഇപ്പം നമ്മളോട് കൂടിയിരിക്കാൻ ഒരു കാരണമില്ല. അള്ളാഹുൻ്റെ റസൂൽ വന്നത് തന്നെ കാരണം, വേറൊരു കാരണമില്ല. നമ്മൾ ഉമ്മാനെ വാപ്പാനെ തിരിച്ചറിയുന്നത് അള്ളാഹു റസൂൽ ഉള്ളതായതുകൊണ്ടാണ്. അപ്പോൾ ചില ആൾക്കാർ ഹിന്ദുക്കളിലുണ്ടല്ലോ, മുസ്ലിം സ്വാധീനം കൊണ്ടാണ് അത് അധികവും നിലനിർത്തിയിട്ടുള്ളത്. അതല്ലേ നമുക്ക് നമ്മുടെ നാട്ടിൻ്റെ തന്നെ എന്തൊക്കെ കരങ്ങളാണ് കൊടുത്തിരുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം. ആ സംസ്കാരത്തെ മാറ്റിയെടുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സംസ്കാരമാണ്. അപ്പോൾ അതുവിധത്തിലുള്ള പിന്നെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. അതിനാരെങ്കിലും അദബില്ലാതെ സംസാരിക്കുമ്പോൾ അവിടെ നിൽക്കാൻ പാടില്ല. അതും അള്ളാഹുവിൻ്റെ കോപത്തെ വിളിച്ചു വരുത്തുന്നതാണ്. ഇനി മറ്റ് ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞ തിന്മകളുണ്ട്, സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെട്ട്. ഇതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കോപത്തെ വലിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത്രയും പറഞ്ഞത് നേരിട്ടുള്ളതായിരുന്നുവെങ്കിൽ മറ്റത് ഇൻഡയറക്റ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഒരു വശം, നന്മകളും ഇതേപോലെ. ഇപ്പൊ ഇത്രയും തിന്മകൾ നമ്മൾ മനസ്സിലാക്കി, തിന്മകളെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടി. 2 ക്ലാസ്സിലൂടെ ആയിട്ട് കുറേ തിന്മകളെ കുറിച്ച്, നമ്മൾ അറിയാത്ത കുറേ തിന്മകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ നിന്നാണ് നമ്മൾ മാറി നിൽക്കേണ്ടത്. അത് നമ്മളിലുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. ഇനി ഒരു സംഗതി നന്മകളൂടെ ഉണ്ട് എടുക്കാനുണ്ട്. അതിന് വലിയൊരു പട്ടികയാണ്, പക്ഷെ അത് അത്രയും നീട്ടി ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ധാരണ മാത്രം വരുത്താണ് ചെയ്യുന്നത്. നന്മകളെ കുറിച്ച് പറയുമ്പോഴേ ചില നന്മകൾ നന്മയാണോ അല്ലേ എന്നുള്ളത് തന്നെ സംശയമുള്ളതുണ്ട്. പക്ഷെ നന്മ നമ്മൾ അറിയണം. നമ്മളിപ്പോൾ നന്മ വെക്കാത്ത കൊടുക്കലാണ്, നോമ്പ് വെക്കലാണ്, നിസ്കരിക്കണം, അതല്ല നന്മ. അതൊക്കെ നല്ല ഒരാളുടെ അടയാളങ്ങളാണ്. നിസ്കരിക്കുന്ന ഒരാൾ നല്ല ആളല്ല, നല്ല ഒരാൾ നിസ്കരിക്കും. നിസ്കരിക്കുന്നവരൊക്കെ നന്നായിക്കൊള്ളുന്നില്ല, പക്ഷെ നല്ല ഒരാളാണെങ്കിൽ അവൻ നിസ്കരിക്കും. അതതിൻ്റെ ഒരു അടയാളം. ഇനി മനസ്സിലാക്കാനുള്ള സംഗതി, ചില നന്മയുടെ പേരുകൾ പറയുന്നു. സുജാത്ത് അഥവാ ബഹാദുരി, ധൈര്യം, അതൊരു നന്മയാണ്. അതില്ലായിരിക്കാൻ പാടില്ല. ഒരു പ്രശ്നം ധൈര്യം കാണിക്കേണ്ട സമയത്ത് ഉടനെ പിന്നെ വാല് പുറകോട്ട് നടക്കുന്ന മറ്റേ ഇതിൻ്റെ പോലെ തന്നെയുള്ള ശനകൻ്റെ അതേ സ്വഭാവം കാണിക്കാൻ പാടില്ല. നമ്മൾ ധൈര്യം കാണിക്കേണ്ടത് ധൈര്യം കാണണം, ജീവൻ കൊടുക്കേണ്ടത് ജീവൻ കൊടുക്കണം, കൈ വളങ്ങേണ്ടത് കൈകാല് കളയേണ്ടി വന്ന കളയണം. അവിടെ പുറകെ തെക്കാൻ പാടില്ല. എന്നാൽ ധൈര്യം എന്ന് പറഞ്ഞത് മറ്റൊന്നൊക്കെ ഒരു അടിക്കലല്ല, ചില സമയത്ത് അടി വാങ്ങലാണ് ധൈര്യം. നസീം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, പെഹ്ലുവാനെ പോലെ മറ്റൊരുത്തനെ പിടിച്ച് നിലത്തടിക്കുന്നവനല്ല ധൈര്യവാൻ, മറിച്ച് തൻ്റെ മനസ്സിലുള്ള ദുരാവേശങ്ങളെ അടക്കി വെക്കാൻ കഴിവുള്ളവനാണ് ധൈര്യവാൻ. ചില ധൈര്യം അങ്ങനെയാണ്. സബർ ചെയ്യേണ്ട സ്ഥലത്ത് സബർ കാണിക്കലോ ധൈര്യമാണ്. അതല്ലാതെ എല്ലായിടത്തും കയറി വായിട്ടടിക്കലോ. ചില ആൾക്കാർ ഒരു ഭയങ്കര ധൈര്യമാണ്, ഓൻ ധൈര്യവാനെന്നല്ല, പൊട്ടനാണ്. കണ്ടവനൊക്കെ കയറി മേക്കിട്ട് കയറുന്ന ആൾക്കാരുണ്ട്. ആരും ഒന്നല്ല അടിക്കും, അവസാനം പിന്നെ അവനും കൈകാലം ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് 4 നീളം കുറയും, അപ്പോൾ 4 നീളം കുറയും.
ചിലർക്ക് കൈന് നീളം കൂടും, അപ്പം നാവിൻ്റെ നീളം കുറയും. ഇതൊക്കെ പിന്നെ അനുഭവിക്കേണ്ട ഗതികേടാണ്. അപ്പം ധൈര്യം എന്നുള്ളത് പേടിച്ച് പിന്മാറാതിരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഏതിനും പോയി മേപ്പിട്ട് കയറുന്ന സ്വഭാവമല്ല. രണ്ടാമത്തേത് ചുസ്തി, ഒരു എപ്പോഴും ഉഷാറായിരിക്കുക. ചില ആൾക്കാർ എപ്പോഴും വെള്ളത്തിലിട്ടച്ച മാതിരി. അത് പിന്നെ ഒരു ഒന്നിനൊരു ഉഷാറുണ്ടോ, വിളിച്ചിട്ട് കൊണ്ട് എണീക്കാൻ പറഞ്ഞാൽ തന്നെ പതുക്കെ ആന നിൽക്കുമ്പോൾ നിൽക്കുന്നവരുണ്ട്. അതിന് പിന്നെ ഉമർ ബിൻ ഖത്താബിന്റെ ഒരു കഥ ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞ് ഓർക്കുന്നുണ്ടാവുന്നത്. പള്ളിയിൽ വരുമ്പോൾ ഒരാളിങ്ങനെ താഴെണ്ടാത്തി പോകുന്നതാണ്. അപ്പോൾ പെരട്ടിക്ക് ഒരു അടിಯನ್ನು കൊടുത്താണ് ഉമർ ഖത്താബ്. എന്താണ്ട് ഇസ്ലാം ചത്തോന്ന് വെച്ച്, ഇങ്ങനെ കോഴിയുടെ മാതിരി തൂങ്ങി കിടക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച്. അപ്പോൾ എന്തിനും ഒരു ഉഷാറായിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതോടനെ ചുറുചുറുപ്പ് അതുണ്ടായിരിക്കുക, അത് നന്മയാണ്. ചുറുചുറുപ്പില്ലായ്മ നന്മ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് ഭക്ഷണവും ഇതൊക്കെ കുറച്ചൊക്കെ വയറ് നിറച്ച് തിന്നതിന് ചുറുചുറുപ്പ് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, നിൽക്കാൻ വയ്ക്കണ്ടേ. അങ്ങനത്തെ അവസ്ഥയല്ല. അതിന് ഭക്ഷണം തിന്ന് ചുറുചുറുപ്പിന് വേണ്ടിയാണ്, അല്ലാതെ ഉള്ള ചുറുചുറുപ്പിനെ നശിപ്പിക്കാൻ വേണ്ടി തിന്നിട്ട് പിന്നെ മയങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ അത് കാര്യമൊന്നുമില്ല. പാമ്പര ഒഴുങ്ങിയ പോലെ പാമ്പിനെ അങ്ങനെയാണ് തിന്നേണ്ടത്. കാരണം അതിന് എപ്പോഴും കിട്ടണം. നമുക്കെപ്പോഴും നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമുക്ക് പിന്നെ തിന്നാലോ. ഫ്രിഡ്ജും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്നാലും കുറച്ചായിട്ട് തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം തന്നെ അടിച്ച് കയറ്റിക്കോളം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് ശരീരത്തിന് ആ ചുരുറുപ്പ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അറിവ് സമ്പാദിക്കുക ഒരു നന്മയാണ്. അറിവ് സമ്പാദിക്കുന്ന വ്യക്തിയുടെ ഷഹാദത്തിന്റെ പദവിയാണെന്നൂടെ ഹദീസിലുണ്ട്. ഒരു അറിവിന് വേണ്ടി രാത്രി ഉറക്കൊഴിക്കുക അല്ലെങ്കിൽ അവനെ കെട്ടിമറിയുക എന്നുള്ളത് അത് അല്ലാണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നന്മയാണത്. അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാം എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും, ഖലീഫത്തുൽ മസീഹ് സാനി പറഞ്ഞ പുസ്തകം വാങ്ങുന്നത് ചന്തയാണെന്നോ. അറിവ് സമ്പാദിക്കാൻ വേണ്ടി നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് ചന്തയിൽപ്പെടും, നഫ്സിന്റെ ചന്തയാണെന്ന് സാനി നിർത്താനാണ് പറഞ്ഞത്. അപ്പോൾ അറിവിന് വേണ്ടി അന്ന് പുസ്തകമായിരുന്നത് അതിന് അതുമാതിരിയുള്ള മറ്റു ഉപകരണങ്ങളായിരുന്നു. അപ്പോൾ അറിവിന് വേണ്ടി എന്ത് ചെലവാക്കിയാലും അത് ചെലവല്ല, അത് വരവാണ്. ഒരിക്കലും ആർക്കും കട്ടെടുക്കാൻ പറ്റാത്ത സമ്പാദ്യമാണ്. ഒരു കള്ളനും അത് കക്കാനായില്ല. ഒരുത്തനും പേടിക്കും വേണ്ട അത് എടുത്തു വെക്കാൻ. ലോകത്തുള്ള എല്ലാ സമ്പത്തിൻ്റെയും മൂലം അറിവാണ്. ഒരു ചോക്ലേറ്റ് കമ്പനിയാണെങ്കിലും അതിൻ്റെ എസൻസിനെ കുറിച്ച് അവൻ്റെ കയ്യിലൊരു അറിവുണ്ട്. ആ അറിവുകൊണ്ടാണ് ആ ചോക്ലേറ്റിൽ സമ്പാദിക്കുന്നത്. ലോകത്ത് ഏത് പ്രൊഡക്ഷൻ നോക്കും അതിൻ്റെ മർമ്മം അറിവാണ്. അപ്പോൾ അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ഒരു നന്മയാണ്. അതിന് സമയവുമില്ല, സന്ദർഭമില്ല, ഒന്നുമില്ല. എല്ലാ സമയത്തും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അറിവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിനൊരു സമയവും പാഴാക്കാതിരിക്കുക. തവാസി, മറ്റുള്ളവരോട് അവരുടെ കുശലങ്ങൾ അന്വേഷിക്കുകയും അവരെ സൽക്കരിക്കുന്നൊരു സ്വഭാവം. അത് നമ്മളാണ് ചാപ്ലൂസ് ചെയ്യാണ്ടെന്നാണ് പറഞ്ഞത്. വെറുതെ സൂചിപ്പിക്കാൻ വേണ്ടി വർത്താനം പറയുന്നത്. ചില ആൾക്കാരെ കണ്ടോ നന്നായിട്ടുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, നമുക്ക് ഭയങ്കര കാര്യമായിട്ട് സൂചിപ്പിക്കണം. അത് പൊതുവേ ഞാനും ചില പ്രത്യേക സമുദായത്തിൽ തന്നെ പ്രത്യേകം കാണാം. ഒരു കാര്യം ഉണ്ടാവില്ല, വെറുതെ ആളെ സൂചിപ്പിക്കാൻ വേണ്ടി ആളുടെ വർത്താനം. അതല്ല, ഒരാളെ മനസ്സറിഞ്ഞുകൊണ്ട് അയാളെ കാര്യങ്ങൾ കുശലങ്ങൾ അന്വേഷിക്കുകയും ആളെ നമ്മൾ മലയാളത്തിൽ പറയാം തക്കരിക്കാറില്ലേ, വടക്കോട്ട്, അതുപോലുള്ളൊരു സ്വഭാവം. മറ്റൊന്ന് ഗൈറത്ത്. ഏതെങ്കിലും ഒരു തിന്മ കണ്ടാൽ അതിന് വെറുപ്പ് കാണിക്കണം. വെറുപ്പ് കാണിക്കാറിന് തുപ്പാനോ അല്ലെങ്കിൽ അവനോ അടിക്കാനോ അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മുമ്പിൽ ഒരാൾക്ക് തിന്മ ചെയ്യാൻ കഴിയരുത്. ഞാനൊക്കെ നോക്കിയിട്ടുണ്ട്, നമ്മൾ നടന്നു പോകുമ്പോൾ കള്ളുടിയന്മാരുണ്ടാവും ചിലപ്പോൾ. പക്ഷെ നമ്മളെ കണ്ട വെയിലിൻ്റെ അരിവ് കൂടി ഇങ്ങനെ പോകും. നമുക്കൂടി അതുവരെ തെറി വെച്ച് വരുന്നവനായിരിക്കും. പക്ഷെ കണ്ടാൽ പിന്നെ വെയിലിൻ്റെ അരിവ്. നമ്മൾ കരുനാപ്പള്ളിനെ പുള്ളിമാൻ ജംഗ്ഷനിലെ പണ്ട് പോകുമ്പോൾ നമ്മളതിൽ വരുന്നത് കണ്ടാൽ ഭയങ്കര കച്ചറ വിടുന്ന കുട്ടികളെ, പക്ഷെ അവർ മാറിക്കും. പള്ളിത്താര വരുന്നുണ്ടെന്നുള്ളവർക്ക് മാറിക്കും. ഒന്നുമില്ല, അവർക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ നമ്മളതിലുണ്ടാവില്ല എന്ന് വിചാരിച്ചവർ മാറുന്നത്. അത് കാരണം എന്ന് വെച്ചാൽ അമതി കുട്ടികൾ നമ്മളെ കണ്ട ഓടുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അവർ വിചാരിക്കേണ്ട ഇയാൾ വന്നെന്താ പ്രശ്നമാണെന്ന് വിചാരിച്ച് മാറിക്കും. ചില ആളുകൾ തെറി തന്നെ പറയുന്നുണ്ടോ, മുമ്പിൽ തന്നെ വെച്ച് തെറി. അന്ന് തെറിയാന്ന് പറയില്ല ചിലപ്പോൾ അത്. പക്ഷെ നമ്മൾ ചെന്നാൽ തെറി ഉണ്ടാവില്ല. അതിന് കാരണം നമ്മളതിനെ വെറുത്തിട്ടാണ്.
നമ്മൾ വെറുക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വേണ്ടാത്ത ചെയ്യില്ല. അപ്പൊ എന്തൊരു തിന്മ കണ്ടാലും അതിനെ കണ്ടില്ലെന്ന് നടിക്കാത്ത നിലയിലും അതെനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് കാണിക്കുക. അത് വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ട സംഗതിയാണ്. എന്ത് കണ്ടാലും അവിടെ ചെന്നിട്ട് അത് ഇതെന്ന് പറഞ്ഞ് വിളിച്ചറിയും പിന്നെ ഈച്ചറമാരി ആൾ അടങ്ങാറാക്കാൻ പറയാൻ നല്ലതാണ്. സംഗതി നമ്മളത് വെറുക്കുന്നു എന്നുള്ളത് കാണിക്കണം. അടുത്തത് ശുക്ർ, നന്ദി കാണിക്കണം. അത് അള്ളാഹിനോട് കാണിക്കണം, ജനങ്ങളോട് കാണിക്കണം. എന്തെങ്കിലും ഒരു എഹ്സാൻ ചെയ്താൽ അവരോട് നമ്മൾ നന്ദി ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ചെറുതായിട്ടൊരു സംഗതി അത് പിന്നെ എവിടെയെങ്കിലും ഇപ്പം എന്തെങ്കിലും ദോഷം നമുക്ക് ചെയ്താലും നമ്മളോട് ചെയ്തൊരു നന്മ ഉണ്ടാവും, അത് നമ്മൾ എപ്പോഴും നന്ദിയോടുകൂടി ഓർക്കണം. ഒരു പുസ്തകം ഞാൻ വായിക്കായിരുന്നു, ഞാൻ കരഞ്ഞു പോയത് വായിച്ചപ്പോൾ. അദ്ദേഹത്തിന് അതിൻ്റെ എഴുത്തുകാരൻ്റെ പിന്നെ മനസ്സിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് അദ്ദേഹം പറയണം, ഇമാം റാലേക്ക് റബ്ബേ നീ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. അദ്ദേഹം മരിച്ചുപോയി, എനിക്ക് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിന്റെ സന്നിധിയിലാണുള്ളത്. എൻ്റെ വക സലാം അദ്ദേഹത്തിന് എത്തിക്കുകയും അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ ചൊരിയും ചെയ്യണമേ. കാരണം അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിന് എനിക്ക് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ്. അത് വായിച്ചത് അദ്ദേഹം എനിക്ക് നൽകിയ എഹ്സാനാണ് എന്ന നിലയിലാണ് അത് ഓർക്കുന്നത്. അങ്ങനെ നമ്മൾ എഹ്സാനെക്കുറിച്ച്, നമ്മളോട് ചെയ്ത നന്മകളെക്കുറിച്ച് മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാമും ഖുലഫാക്കളും റസൂൽ തിരുമേനിയും സഹാബാക്കളും അങ്ങനെ ലോകത്ത് നമുക്ക് വേണ്ടി നന്മ ചെയ്ത നമ്മളെ മാതാപിതാക്കളും ജമാഅത്തിലുള്ള മുതിർന്ന വ്യക്തികളും അങ്ങനെ നമ്മൾ എണ്ണുകയാണെങ്കിൽ എത്രയോ ആളുകൾ നമുക്ക് നന്മ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ശുക്രൻ്റെ ഒരു ജസ്ബ അഥവാ ഒരു നന്ദിയുടെ ഒരു വികാരം നമ്മുടെ മനസ്സിൽ വെച്ച് സൂക്ഷിക്കുക. അതിന് കാണിക്കേണ്ട സമയം വന്നല്ലത് കാണിക്കുക. അതാണ് ഒരു നന്മ. ഹുസ്നു തന്നെ ഒരാളെ കുറിച്ചിട്ട് നല്ലത് ധരിക്കുക. ഒരു കാര്യമല്ല ഒരുത്തനെ കുറിച്ച് മോശമുള്ളത് തന്നെയാണ് നല്ലത്. മോശം ധരിച്ചിട്ട് നമുക്ക് ഗുണമൊന്നുമില്ല, അഥവാ അതല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. ഒരാൾ കണ്ടാൽ അയാളെ കുറിച്ച് നല്ലത് മനസ്സിൽ വെക്കുക, അയാൾ നല്ല ആളാണെന്ന് വിചാരിക്കുക. എന്തിനു നമുക്ക് അയാളെ മോശമാണെന്ന് വിചാരിക്കണ്ടേ? അതിൽ വേറൊരു സംഗതിയുണ്ട്, ഒരു മനഃശാസ്ത്രപരമായ സംഗതിയുണ്ട്. നിങ്ങളൊരാളെ കുറിച്ചിട്ട് അയാൾ മോശക്കാരനാണെന്ന് വിചാരിച്ചിട്ട് അയാളെ അടുത്ത് കുറച്ചു നേരം ഇരുന്നാൽ അയാൾ നിങ്ങളെ കുറിച്ചിട്ടും അങ്ങനെ തന്നെ വിചാരിക്കും. അത് അനുഭവമാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. ഓഫീസിലോ ബന്ധപ്പെട്ട ആളോടോ വെറുപ്പുള്ള ഒരുത്തനോട് അടുത്ത്, വീട്ടിൽ തന്നെയും വെറുപ്പുള്ള ഒരുത്തൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ വെറുത്തുകൊണ്ടിരുന്നിട്ടുണ്ട്, അവനും ഇതേമാതിരി അങ്ങോട്ട് മുസ്ക് കുടിച്ചിട്ട് മോന്ത അങ്ങനെ. അതേപോലെ തന്നെ നമ്മളത് 90 ഡിഗ്രിയിൽ ഇങ്ങോട്ടാണെങ്കിൽ മട്ടവണ അങ്ങോട്ട് 90 ഡിഗ്രിയിൽ അവൻ്റെ മോൻ തിരിച്ചിട്ട് അവിടെ ഇട്ടുണ്ടാവും. ഇതുകൊണ്ട് ആർക്കും കാര്യമില്ല. അപ്പോൾ ഒരാളെ കുറിച്ചിട്ട് നമ്മൾ നല്ല ധാരണകൾ വെക്കുക. നല്ലത് ഒരുപാടുണ്ടല്ലോ, അത്രയും മോശപ്പെട്ട ഒരാളുണ്ട്, നമ്മളെക്കാളും മോശമുള്ള ഒരാളുണ്ടാവുമോ? അതുകൊണ്ട് അയാളിലുള്ള നന്മകളെ കുറിച്ച് ആലോചിച്ച് അയാളെ കുറിച്ച് നല്ലൊരു ധാരണ വെക്കുക. ഖൈർ ഖാഹി, ഒരാൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുക. ഏതൊരാളെ കുറിച്ചും അതൊരു നന്മയാണ്. ഏതൊരാളെ കുറിച്ചും അയാളുടെ ജോലിയിലാണെങ്കിൽ അയാൾക്ക് നല്ല ഉയർച്ച ഉണ്ടാവണേ, അയാളുടെ ആരോഗ്യം നല്ലതാവണേ, അയാളുടെ കുട്ടികളും മക്കളും നല്ലതായിരിക്കണേ, അയാളുടെ കുടുംബജീവിതം നല്ലതായിരിക്കണേ. ഇങ്ങനെ ഓരോന്നും ഒരാളെ കുറിച്ച് നല്ലത് മാത്രം ഓർക്കുക. നമുക്ക് ബന്ധപ്പെട്ടവരെ മാത്രമല്ല, അല്ലാത്തതും നമ്മൾ വെറുതെ ഒരു മനുഷ്യൻ പോവുകയാണെങ്കിൽ അയാൾക്ക് നല്ല വരട്ടെ എന്ന് ആലോചിച്ചാലോ, അതൊരു നന്മയാണ്. അധ്വാനിക്കുന്ന സ്വഭാവം, കഠിനാധ്വാനം ചെയ്യുന്ന സ്വഭാവം, അത് തന്നെയാണ്. വെറുതെ ഇരിക്കൽ തിന്മയാണെന്ന് മാത്രമല്ല, അവൻ ശൈത്താൻ്റെ വർക്ക്ഷോപ്പാണെന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഷൈത്താൻ്റെ റസൂലുള്ളാഹിൽ ദുഃഖാന് ശൈത്താൻ, ഡബിൾസ് വർക്ക്ഷോപ്പ് എന്നുള്ള ഇംഗ്ലീഷ് ചൊല്ലിൻ്റെ അതിൻ്റെ മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞാണ്. അതായത് വെറുതെ ഇരിക്കുന്നതിൻ്റെ തല ഷൈത്താൻ്റെ കച്ചവട കേന്ദ്രമാണ്. കാരണം വാങ്ങൽ കൊടുക്കൽ അവിടെ പരിപാടി, മറ്റവൻ്റെ വാങ്ങാൻ ഇവൻ്റെ കൊടുക്കുക, ഇവൻ്റെ വാങ്ങാൻ മറ്റവന് കൊടുക്കുക. അവിടെ ഭയങ്കര കച്ചവടം. ഇപ്പോൾ നെറ്റിലാണല്ലോ കച്ചവടം, അതിനേക്കാണെങ്കിൽ സ്പീഡിൽ കച്ചവടം നടക്കും ഈ വെറുതെ ഇരിക്കുന്നതിൻ്റെ തലയിൽ. ലോകത്തുള്ള ചിലപ്പോൾ വലിയൊരു കൗമിനെ തന്നെ വെച്ചിട്ട് വേറൊരു കൗമിനെ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന, അതായത് കഠിനാധ്വാനം, അതെന്തിനു ചെയ്താലും വേണ്ട, കുടുംബത്തിന് ചെയ്താലും വേണ്ട, നാട്ടിന് ചെയ്താലും വേണ്ട, സമൂഹത്തിന് ചെയ്താലും വേണ്ട, ഒന്നുമില്ലെന്ന് എക്സസൈസ് ചെയ്തു. വെറുതെ ഇരുന്നിട്ട് ആർക്കും ഒരു ഗുണമല്ല, അവനുമില്ല. വിശ്രമം എന്നതിന് ഖലീഫത്ത് മസീഹ് സാനി കൊടുത്ത നിർവചനം മറ്റൊരു പ്രവൃത്തി ചെയ്യുക എന്നാണ്. ആ മലന്ന് കിടക്കലാണ് നമ്മളെ വിശ്രമം സാധാരണ. അതല്ല, കുറച്ചേരം ഒന്ന് വിശ്രമിക്കട്ടെ. അപ്പോൾ നമ്മളെ കൺസെപ്റ്റ് എന്താണ് വിശ്രമത്തിൻ്റെ? മലന്ന് കിടന്ന് സുഖമായിട്ട് പ്രശ്നമൊന്നുമില്ലാതെ കിടക്കുക എന്നുള്ളതാണ്. അതല്ല, വേറൊരു പണി ചെയ്യലാണ് വിശ്രമം.
വായിച്ചിട്ട് ക്ഷീണിക്കുമ്പോൾ എഴുതുക, എഴുതിയിട്ട് ക്ഷീണിക്കുമ്പോൾ വായിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക. അത് വിചാരിച്ച് തീരെ ഉറങ്ങേണ്ടതല്ല, ഉറങ്ങേണ്ട ഒരു ഹക്കുണ്ട്, അതനുസരിച്ച് ഉറങ്ങാം. ഉറക്കം ഓരോരുത്തർക്കും അവനവൻ്റെ കണക്കാണ്, അത് അനുഭവവേദിതമാണ്. ചിലർക്ക് 3 മണിക്കൂർ മതിയാവില്ല, അവന് കൺട്രോൾ ചെയ്യാൻ കഴിയും. ചിലർക്ക് 4 കഴിയും, ചിലർക്ക് 5 കഴിയും. അതിന് കണക്ക് ആരെന്ത് ഡോക്ടർ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അനുഭവത്തിൽ മനസ്സിലാകുന്ന സാധനം. ഖലീഫത്തുൽ മസീഹ് സാനി 1 മണിക്കൂർ ഉറങ്ങാറില്ല. ഖലീഫത്തുൽ മസീഹ് റാബി 3 മണിക്കൂർ കൂടുതൽ ഉറങ്ങാറില്ല. ഖലീഫത്തുൽ മസീഹ് സാലിസ് 2:30-3 ഇടയിലാണ് ഉറങ്ങുന്നത്. ഹാമിസ് സാലിസ് ഏകദേശം ഇതേ സ്വഭാവം 3 ഇടയിലായിരുന്നു. സർ ജഫറുല്ലാ ഖാൻ സാഹിബ് 4 മണിക്കൂറാണ് ഉറങ്ങാറുണ്ടായത്. അപ്പോൾ വിചാരിച്ചു നിങ്ങളൊക്കെ ഒന്ന് ഉറക്കം കേടെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഉറങ്ങിക്കോളി. ചിലർക്ക് 8 മണിക്കൂർ ഉറങ്ങേണ്ടത് 8 മണിക്കൂർ ഉറങ്ങിക്കും. പക്ഷെ ഉറക്കത്തിന് നമുക്ക് നിയന്ത്രിച്ച് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നാൽ അത്രയും നമുക്ക് ജോലി ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. കുംഭകർണൻ കുറേ കാലം ഉറങ്ങിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്ത് പറയാം, ഒരു 4 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഒരു ദിവസം 5 മണിക്കൂർ കിട്ടിയാൽ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഓരോരുത്തരും അവനവൻ ചെയ്യേണ്ടതാണ്, അവരുടെ സൗകര്യം അനുസരിച്ചും ജോലി അനുസരിച്ചും അവർ ഉറങ്ങട്ടെ. ഉറങ്ങാതിരിക്കാൻ പാടില്ല. ഇപ്പോൾ വലിയ വലിയ കമ്പനികളൊക്കെ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ അന്ന് അവനോട് കടന്നുറങ്ങാനാണ് പറയാം. എന്നിട്ട് പിറ്റേന്ന് അവൻ ഓഫീസിൽ വിളിക്കുള്ളൂ. കാരണം അവന് റെസ്റ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും, അവൻ ആലോചിക്കുന്നൊക്കെ പ്രശ്നം ഉണ്ടാവും. ഏതായാലും ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത്, പിന്നെ കഠിന അധ്വാനിയായി തീരുക, കിട്ടുന്ന സമയമൊക്കെ ചെയ്യാം. ഹയ, അതായത് ലജ്ജ ഉണ്ടായിരിക്കും. ലജ്ജ എല്ലാ കാര്യത്തിലും വേണം. വസ്ത്രം അണിയുന്നതിൽ മാത്രമല്ല, വർത്തമാനം പറയുന്നതിൽ ലജ്ജ ഉണ്ടായിരിക്കണം. പിന്നെ ജനങ്ങളോട് പെരുമാറുന്നതിൽ ലജ്ജ ഉണ്ടായിരിക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ലജ്ജ ഒരാവശ്യമാണ്. അത് കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ശീലിപ്പിക്കണം. അല്ല കുറേ ഇപ്പോൾ കുട്ടിയാണെന്ന് വിചാരിച്ച് വിട്ടുകളയരുത്, പിന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിപ്പത്തിലാകുന്നതിന് മുമ്പ് തന്നെ അത് ആ ലജ്ജാ സ്വഭാവം, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഏറ്റവും നല്ല അഴക് ലജ്ജയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ലജ്ജ പറഞ്ഞാൽ എവിടെയും നാണം കുടുങ്ങി നിൽക്കലല്ല, അവർ മറ്റ് പിന്നെ തിന്മകളും മറ്റു കാര്യങ്ങളിലേക്കും അനാവശ്യമായിട്ട് തന്നെ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കും പോകാതിരിക്കുക. വഖാർ, വഖാർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് എന്നാണ് വാക്കിനർത്ഥം. വെറുതെ കണ്ടവനെ അനുകരിക്കുന്ന സ്വഭാവമാണ്. ഞാൻ ഇപ്പം നാളെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു സംഗതി, വളരെ പുച്ഛമായിട്ട് തോന്നിയതാണ്. ഒരു കുട്ടിയുടെ മുടി ഒരു പ്രത്യേക സ്റ്റൈൽ, ഞാൻ ആരെയും ഇവിടെ ഉണ്ടോ എന്ന് വിചാരിച്ച സ്റ്റൈൽ പറയട്ടെ, ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഇവിടെ എന്താണ് സ്റ്റൈലെന്ന് അന്വേഷിച്ചു. അപ്പോൾ ഒരുത്തനോട് ഇതിനെക്കുറിച്ച് അറിയുന്ന നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് എല്ലാ ലോകത്തുള്ള പ്രശ്നങ്ങളും എല്ലാ കുരുത്തക്കേടും അറിയുന്ന ഒരുത്തണം. അപ്പം എന്തെങ്കിലും അറിയാത്ത കുരുത്തക്കേട് അവനോടാണ് ചോദിക്കില്ല അധികം, നമുക്ക് എത്താൻ പറ്റാത്ത. അപ്പോൾ പറഞ്ഞ പ്രോൺ സ്റ്റാറിൻ്റെ ഹെയർ കട്ട് ആണതാണ്. ഇത് നല്ലൊരു മനുഷ്യൻ്റെ മോനാണ്. അപ്പോൾ അവൻ കൊടുന്നിട്ടുള്ളത് പിന്നെ ആരെയാണ് അവൻ സ്വീകരിച്ചത് ആലോചിച്ച് നോക്ക്. എത്ര വൃത്തികെട്ട് വായിൽ പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ എൻ്റെ വായിൽ അറിയാതെ പോയതാണ് വാക്ക്. അപ്പോൾ അത്ര വൃത്തികെട്ടവൻ്റെ ഒരു തലമുടി കണ്ടിട്ട് അത് കൊണ്ടുനടക്കണം. അവനവനൊരു സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്റ്റൈൽ നമ്മൾ എടുക്കാം. അതെന്ത് കാര്യത്തിലും, പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതായത് കാർട്ടൂൺ മതം ഒന്നുണ്ട് ഇപ്പോൾ നമ്മളെ കുട്ടികൾക്ക്. അതായത് ഉമ്മമാർക്ക് കുട്ടികളെ ഒതുക്കാൻ പറ്റിയൊരു സാധനമാണത്. വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, രാവിലെ നാസ്തയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാർട്ടൂൺ ഇട്ട് കൊടുത്താൽ അത് കണ്ടിരുന്നോളും. വേറെ പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ അവൻ, പക്ഷെ അത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരു കാർട്ടൂണിൽ കാണുന്നത് ഏതെങ്കിലും ഒരു പെരയൊക്കെ എടുത്തിട്ട് ചാടലായിരിക്കും അപ്പുറത്തേക്ക്. കുട്ടി വിചാരിക്കുന്നത് ഈ പെരയൊക്കെ എനിക്ക് എടുത്ത് ചാടാമെന്നാണ്. അപ്പോൾ എന്താണ് കാണിക്കുന്നത് പറയാൻ പറ്റില്ല. ഇന്നലെ കണ്ട അബ്ബാസിൽ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ജനലൊക്കെ കൂടി താഴത്തേക്ക് എത്തി നോക്കുക എന്തോ ചെയ്തിട്ട് മരിച്ചു പോയത്. മലയാളിയാണ്, തൃശ്ശൂർക്കാരത്തിയെന്നോ. അതെന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ട് കുട്ടികളിൽ ഇല്ലാത്തത് വെറുതെ നിൽക്കുകയല്ല കുട്ടികൾ. പിന്നെ റബ്ബർ പാൽ കുടിച്ചാൽ മതിയ കുട്ടികൾ. റബ്ബർ പാൽ അറിയാത്തതുകൊണ്ടാണ് എനിക്ക് സംഗതി മനസ്സിലാകാത്തത്. റബ്ബർ ചാടുന്ന സാധനമാണ്. എന്നിട്ട് പാലിൻ്റെ വൃത്തിയിട്ട് തലത്തേക്കിട്ട് അങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അതേപോലെ കുട്ടികൾ പിന്നെ ഈ കാർട്ടൂണിൻ്റെ പ്രശ്നം കാരണം പിന്നെ പറയലെന്താണ്, നല്ല ഭാഷയാണെങ്കിൽ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇംഗ്ലീഷിലുള്ള എല്ലാ തെറിയും അവിടെ നിന്നാണ് പഠിക്കാൻ നല്ലത്. തമ്മിലുള്ള സംസാരങ്ങൾ, ഒരു മാന്യതയില്ലാത്ത സംസാരങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കുന്നുണ്ട്. കുട്ടീനെ ഒതുക്കാം, പക്ഷെ നമ്മൾ ഒതുങ്ങേണ്ടി വരും കുറച്ച് കഴിഞ്ഞാൽ.
അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ഞാൻ വക്കാർ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ്, നമ്മുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് കഥാപാത്രങ്ങൾ സീരിയലൊന്നും ഇപ്പോൾ ആരും കാണില്ല, അതൊന്നും ഇപ്പോൾ ആർക്ക് കാര്യമില്ല, ഞാൻ കാണലുണ്ടാവും. ഇപ്പൊ കാര്യമായിട്ടുള്ളത് ഗെയിമും കൂടെ റെസ്ലിംഗ് വന്നിരിക്കുന്നു. പണ്ടൊക്കെ വീഡിയോ ഗെയിമിലെങ്കിലും കുട്ടികൾ എന്തെങ്കിലും നല്ല ഗെയിമുകളുണ്ട്, അത് ആരും കളിക്കാൻ താല്പര്യമല്ല, ആ രസമാണ്, നല്ല രസമുള്ള ഗെയിമുകളുണ്ട്, അത് കുട്ടികൾക്കും താല്പര്യമില്ല, വലിയവർക്കും താല്പര്യമില്ല. പിന്നുള്ളത് റെസ്ലിംഗ് ഒക്കെയാണ് ഇപ്പം. പിന്നെ അത് ഇനി എന്തൊക്കെയോ വരാമെന്നുള്ളതൊക്കെ അറിയാം. റെസ്ലിംഗ് ഒരിക്കലും ചെയ്യരുതെന്നും കാണരുതെന്നും ഖലീഫത്തുൽ മസീഹ് സാനി പറഞ്ഞാണ്, പിന്നെ റാബി പറഞ്ഞാണ്. കാരണം അത് മനുഷ്യനെ മൃഗാക്കുന്ന പരിപാടിയാണ്, മനുഷ്യൻ്റെ ഒരു സ്വഭാവമില്ലല്ലോ. പിന്നെ അത് കാണിക്കുന്ന വെറുതെ കുത്തുന്നില്ലതാണ്, നമ്മൾ വിചാരിക്കുന്നത് കുത്തുകയാണെന്നാണ്, അത് കുറെ നമ്മളെ പോത്താക്കലാണ്. ഇതിലുപോലുള്ള പ്രശ്നങ്ങളിൽ നമ്മുടെ സ്റ്റാറ്റസിനെ നശിപ്പിക്കുന്ന പല വിധത്തിലുള്ള അനുകരണങ്ങൾ ഉണ്ടാവും, അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്. ഞാൻ അവിടെ കൈത്താനിൽ ഒരു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരു കുട്ടി കൊണ്ട് ഒറ്റ ചാട്ടൻ്റെ മുതന്നൊക്കെ ഉറങ്ങാണ്, റെസ്ലിംഗ് കണ്ട അവിടുന്ന് നേരാണ് വന്നതാ, അതിൻ്റെ മേലാണ് പ്രാക്ടീസ് ചെയ്ത്. മലയാളം ആയതുകൊണ്ട് പറയാം, ഉറുദു പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കൊണ്ട് കുളത്തി കൊടുക്കരുതായിരിക്കും. സംഭവം എന്ന് വെച്ചാൽ അത് അത്തരത്തിലുള്ള കുട്ടികൾ ആ സ്റ്റാറ്റസ് നടക്കണമെന്ന് കണ്ടാൽ മനുഷ്യന്റെ വഴി നടക്കൂല. അപ്പൊ ആ കോലത്തിലാണ് പിന്നെ ഉണ്ടാവുക. മറ്റൊരു സംഗതി, റഹംദിലി എന്ന് പറഞ്ഞാല് ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ഒരാളുടെ ഒരു വിഷമം കണ്ടാൽ അതിൽ നമ്മളും വിഷമിക്കണം. ഒരാൾക്ക് വിഷമം കണ്ടാൽ നമുക്കും വിഷമം തോന്നണം. ഒരാൾ കരയും കണ്ടാൽ നമ്മൾ കരയണം എന്നല്ല, ആ വിഷമം നമുക്ക് ഉണ്ടായിരിക്കണം. അതെങ്ങനത്തെ വിഷമാണെങ്കിലും വേണ്ടി മനുഷ്യനാണ്. ഇനി അയാൾ കഷ്ടപ്പെട്ട ആൾ കുരുത്തക്കടി ചെയ്ത് വിഷമിക്കുന്നുണ്ടാലും നമുക്ക് വിഷമം തോന്നും. ഒരാളിപ്പോൾ മനഃപൂർവ്വം ഒരാൾ പിന്നെ വൃത്തികേട് ചെയ്തിട്ട് വിഷമിക്കുന്നുണ്ടാലും മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് വിഷമം തോന്നും. ഇസ്തിഖ്ല, സ്ഥിരചിത്തത. ചില നന്മകൾ ചെയ്തിട്ട് അത് വിടലല്ല, അതേതാണെങ്കിലും അതിൽ സ്ഥിരത വേണം. 2 ദിവസം നിസ്കരിച്ച് 2 ദിവസം നിസ്കരിക്കായിരുന്നു, 2 ദിവസം തഹജ്ജുദ് നിസ്കരിക്ക്, പിറ്റേന്ന് സുബഹിനെ പോവുക, അങ്ങനെയല്ല, ഉള്ളതിൽ സ്ഥിരത. എന്ത് ജോലിയിലും ആ സ്ഥിരത കാണിക്കുന്നത്. ഇതൊക്കെ നന്മകളിലാണ് ഖലീഫത്തുൽ മസീഹ് സാനി എണ്ണുന്നത്. ബുലന്ദ് ഹിമ്മത്തി, ഉന്നതമായ ധൈര്യം. സാധാരണ നമ്മൾ ധൈര്യം പറഞ്ഞത് അതല്ല സംഗതി. ഇത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു പിന്നെ മോട്ടോ കാണാൻ പറ്റും, ചെറുത് കാണേണ്ട ഒരാവശ്യമില്ല. അപ്പോ ഏത് രംഗത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത് വെച്ചാൽ അതിൽ ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് പോകാം. എന്തിനും നമ്മൾ ഈ താഴെ ഇരുന്നിട്ട് തൃപ്തിപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഏതൊരു കാര്യത്തിനും നമ്മൾ ഏറ്റവും ആ രംഗത്ത് അടക്കി വാഴണം എന്ന നിലയിലായിരിക്കണം നമ്മളുടെ പോക്ക്. ഖലീഫത്തുൽ മസീഹ് റാബിൻ പിന്നെ സാനിയുടെ ഒരു ദുആ ഉണ്ടായിരുന്നു, എനിക്ക് അസീമുഷാൻ ഖിദ്മത്തിന്റെ, അതായത് ഏറ്റവും മഹത്തായ ഒരു സേവനത്തിനുള്ള ഭാഗ്യമാണ്. ഖലീഫത്തുൽ മസീഹ് റാബി പറഞ്ഞ് ഒരു ദുആ ചെയ്ത്, ഈ കാലഘട്ടത്തിൽ മസീഹ് മൗഊദ് ഇസ്ലാത്തു വസ്സലാമിന്റെ ജമാഅത്തിന് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്നവൻ എന്നെ ആക്കണമെന്ന് ദുആ ചെയ്തു. അതേപോലുള്ള ഒരു അവസ്ഥ. ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അവിടെ ഏറ്റവും ടോപ്പിൽ, അതായത് മറ്റൊന്നും കാലുവാരിട്ടോ കുതിര ചാക്കിട്ട് പിടിച്ചിട്ടോ അല്ല, നമ്മളെ കൊണ്ട് കഴിയാവുന്ന മുഴുവൻ കാര്യങ്ങളും മുമ്പോട്ടെത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സബർ ഒരു നന്മയാണ്. അത് പറയാൻ എളുപ്പമുണ്ട്, അധികം ആൾക്കാർക്കും ഇല്ലാത്ത സംഗതിയാണ്. വളരെ ചെറിയൊരു പനി, ഇപ്പം ഭക്ഷണം കൊടുക്കുന്ന നേരത്ത് കുറച്ചേരം ഇത് കിട്ടിയിട്ടില്ലേ നമ്മളറിയാം നമ്മളെ സബർ എന്താണ്. ഭക്ഷണത്തിന്റെ സബറല്ല, നമുക്ക് ഭക്ഷണം വേണ്ടേനും, അതിന് ആഗ്രഹം എന്നുള്ളതല്ല, പക്ഷെ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ വളരെയധികം കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടു നടന്ന മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ്. സബർ എന്നുള്ള വാക്കിനർത്ഥം കുതിരനെ അത് കെട്ടിയിട്ടിട്ട് അതിനെ പിന്നെ പരിശീലിപ്പിക്കുന്നതിനാണ് സബർ എന്ന് പറയും. അവ ചാടിക്കളിക്കുന്ന കുതിരനെ കെട്ടിയിട്ടിട്ട് അതിനെ പഠിപ്പിക്കാം. ഇതേപോലെ നമ്മുടെ നഫ്സ് ചാടിക്കളിക്കുന്നതിന് നമ്മൾ കെട്ടിയിട്ടിട്ട് അതിനെ പഠിപ്പിക്കലാണ്, അതിനെ പരിശീലിപ്പിക്കലാണ്. മറ്റൊന്ന് ഹുറിയത്തെ ജമീർ, അതായത് നമുക്കൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യക്തിത്വം. അത് വേറെ ആർക്കും പണയം വെക്കണ്ട. ആരെങ്കിലും ഒരാൾ കാട്ടുന്നുണ്ട് അതിലൊക്കെ കാട്ടാൻ നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിയാത്ത പണിയാണ്.
നമ്മളുടേതായിട്ടൊരു പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു വ്യക്തിത്വം ഉണ്ട്, അത് നമ്മൾ ചെയ്താൽ. കാരണം വെള്ളക്കാരൻ 2 പോക്കറ്റിലും കൈയിട്ടിങ്ങനെ നമ്മൾ 2 പോക്കറ്റിൽ കഴിയേണ്ട ആവശ്യമില്ല, നമുക്ക് ഇടണിട്ടാവും. അങ്ങനത്തെ ആൾക്കാർ കൈതാവും, അതായത് ജയിലിലാവും. വേറെ ഏതോ ഒരുത്തൻ്റെ ജയിലിൽ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ടി വരികയാണ്. അങ്ങനെ പിന്നെ അന്ധാതും തക്ലീദ് എന്ന് പറയും, കണ്ണും മൂടി ഒരുത്തൻ അനുകരിക്കുന്ന സ്വഭാവം. അതിൻ്റെ ഒരാവശ്യം നമുക്കില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പിന്നെ വ്യക്തിത്വം ഉണ്ടായിരിക്കണം. ശുക്രെ കൽബി എന്ന് പറയും വേറൊന്ന്. അതായത് ആരെങ്കിലും ഒരു എഹ്സാൻ ചെയ്താൽ അതിനെക്കുറിച്ച് മനസ്സിലൊരു വികാരം. മറ്റേ നേരത്തെ ഞാൻ പറയുമ്പോൾ ഓർക്കുകയും അയാൾക്ക് വേണ്ടി ആവശ്യം വന്നാൽ നന്ദി കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള എന്തെങ്കിലും ചെയ്ത് നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു വികാരം എപ്പോഴും ഉണ്ടാകും, വളരെ നന്മയുടെ വികാരം. സത്യത്തെ അന്വേഷിക്കുന്ന സ്വഭാവം, എന്ത് കാര്യത്തിലും സത്യം എന്താണെന്ന് അന്വേഷിക്കുന്ന സ്വഭാവം. മറ്റവന്റെ ചുഴിനോക്കലല്ല, സത്യം എന്താണെന്ന് കണ്ടെത്തുക, ഏതിൻ്റെ ഒരു സത്യം എന്താണെന്നുള്ളത് അതിൻ്റെ അവസാനം വരെ ചെന്നെത്തുന്ന സ്വഭാവം. ഏതെങ്കിലും ഒരാളുടെ ഒരു നന്മ കണ്ടാൽ അതിനെ നമ്മൾ അംഗീകരിക്കണം. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. ഒരാൾക്ക് തിന്മ ഇഷ്ടം പോലെ ഉണ്ടാവാം, പക്ഷെ നന്മയെ നമ്മൾ അംഗീകരിക്കണം. അതിന് നമ്മൾ ശത്രുവിൻ്റെ ആണെങ്കിൽ നന്മ അംഗീകരിക്കണം, അതും നന്മയാണ്, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു നന്മയാണ്. റീഫത്തിനും റഹംദിലും ഏകദേശം ഒന്നാണ് സംഗതി, ചെറിയ വ്യത്യാസമുണ്ട്. ഒരാള് പിന്നെ റഹംദിലി എന്ന് പറഞ്ഞാൽ ഒരാൾ കഷ്ടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആ കഷ്ടത്തിൽ കണ്ടിട്ട് നമ്മളയാളെ സഹായിക്കലാണ്, അത് റഹംദിലിയാണ്. റിഫത്തും അതേ അർത്ഥത്തിൽ തന്നെയാണ് മലയാളത്തിനും പറയാൻ പറ്റും, കരുണാർദ്രമായ ഹൃദയം എന്ന് പറയാം, കരുണാർദ്രത എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതർത്ഥം തന്നെ. പക്ഷെ റിഫത്തിനുള്ള അർത്ഥം ഒന്ന് കഷ്ടപ്പെടുന്ന ആളോട് കരുണ കാണിച്ച് സഹായിക്കണം, മറ്റൊന്ന് കഷ്ടപ്പെടുന്ന ആളെ കണ്ടിട്ട് നമ്മളെ മനസ്സ് വേദനിക്കാൻ, അതിനെ റിഫത്ത് എന്ന് പറയും. അതിപ്പോൾ ഒരു വയസ്സായ ഒരാൾ നടന്നു പോകുന്നത് നമ്മളയാളെ സഹായിച്ച് കൈപിടിച്ച് പോവാം, പക്ഷെ നമ്മൾ വണ്ടിയിലാണ് പോകുന്നത്, ഓടുന്ന വണ്ടിയിലാണ്, വഴിയിൽ ഒരാളെ കണ്ട് അത് നമുക്ക് അയാളെ മനസ്സ് സങ്കടപ്പെട്ടു, ഇത് റിഫത്താണ്, ഇത് നന്മയാണ്. അങ്ങനെ കഷ്ടപ്പെടുന്നവനെ കണ്ടാൽ നമ്മളെ മനസ്സും സങ്കടപ്പെടണം. മറ്റൊരു സംഗതി, നമ്മുടെ സ്വന്തം ഹക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. പറയുമ്പോൾ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ടാവും. നമ്മളെ അവകാശം ഓരോരുത്തരും വിട്ടുകൊടുക്കാതിരിക്കുക. അലസത കൊണ്ട് പോകാം, നമ്മൾ ഒരുത്തന് അവന് കടന്നോട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകൊടുക്കാം, പക്ഷെ അവനെ പേടിച്ചിട്ട് വിട്ടുകൊടുക്കണ്ട, അത് തെറ്റാണ്. ഒരുത്തന്റെ റോബിനെ ദബുജാനാന്ന് പറയും, അതായത് പിന്നെ അവന്റെ പ്രതാപത്തിൽ മുങ്ങി ധൈര്യമില്ലാതെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഹക്ക്, അത് തിന്മയാണ്. അത് നമ്മൾ പിടിച്ചു വാങ്ങേണ്ട, അതിന് ധൈര്യം കാണിച്ച് ഒരുത്തന്റെ പിന്നെ കാലിൻ്റെ വീട്ടിൽ കുനിഞ്ഞു നിന്നിട്ട് നമ്മൾ ഹക്ക് വിട്ടുകൊടുക്കരുത്. നമ്മളയാളോട് നന്മ കാണിച്ചിട്ടോ പുറത്തിട്ടോ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, നമ്മളെ മടി അലസത കൊണ്ട് വിടാം, പക്ഷെ അവനെ പേടിച്ചിട്ട് നമ്മൾ ആളെ പറയാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കാൻ പാടില്ല, അത് തിന്നെയാണ്. അത് ചെയ്യൽ നന്മയാണ്. നന്മയിൽ ഏതൊരു നന്മ ഉണ്ടാലും അതിന് മറ്റവനെ മുൻകടക്കാൻ നോക്കുക, ഫൗൾ ചെയ്യാതെ മുമ്പിലേക്ക്, എല്ലാവരും മുമ്പിൽ ഞാൻ എത്തണമെന്ന്. അത് നിസ്കരിക്കുന്നതിലായാലും ചന്ത കൊടുക്കുന്നതിലായാലും വേണ്ട, ഖുറാൻ പഠിക്കുന്നതിലായാലും വേണ്ട, എന്തൊരു കാര്യത്തിലും മുൻകടക്കാനുള്ള ഒരാഗ്രഹം അത് ആവശ്യമാണ് എപ്പോഴും. അത് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെക്കലും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ഉറപ്പോട്ട് നിൽക്കലും നന്മയാണ്, ചെയ്യൽ പിന്നെയാണ്. അപ്നി ഹസീമത്ത് ഷിക്കസ് തസ്ലീം നാക്കാണ്, തൻ്റെ പരാജയം ഒരിക്കലും സമ്മതിക്കാതിരിക്കുക. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കുറച്ച് പണിയുണ്ടാവും, അതുകൊണ്ട് ഖലീഫാനിയുടെ വാക്ക് തന്നെ വായിക്കാം. ഹ്വാ കൈ ദഫ ഹാറെ, 100 വട്ടം തോറ്റാലും വേണ്ടില്ല പരാജയം സമ്മതിക്കരുത്. എങ്ങനെ? മകരെ അപ്നി ഹാർ നാ മാനെ, കൈ ദഫ, പല പ്രാവശ്യം തോറ്റാലും താൻ ഒരിക്കലും തോറ്റു എന്ന് അംഗീകരിക്കരുത്. ഈ മതലം നയിക്ക മൂസ ഇഖ്റാറിനെ കരെ, അതിൻ്റെ അർത്ഥം ഞാൻ തോറ്റിട്ടില്ല എന്നറിയലല്ല. ചില ആൾക്കാരെന്താ ഇതിന് ധരിക്കുന്നത് എന്താണ്, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ 5 വട്ടം തോറ്റുന്നുണ്ട്, ഞാൻ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കണമെന്നല്ല. ഞാൻ തോൽക്കൂല, ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ചു. നമ്മളൊരു സുഹൃത്തുണ്ട്, അവന് പിന്നെ ആദ്യം അന്നൊക്കെ ഞങ്ങൾക്ക് 210 മാർക്കാണ് ജയിക്കാനുള്ള മാർക്ക് വേണ്ടത്. അപ്പോൾ അന്ന് 105 മാർക്ക് കിട്ടി. അങ്ങനെ 8 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ SLC ചെയ്തപ്പോൾ 105 മാർക്ക് കിട്ടി.
അപ്പോൾ കക്ഷി പറഞ്ഞു ഇത് നമ്മളെ കൊണ്ട് കഴിയില്ലാന്ന്. അപ്പോൾ ഞാൻ ഈ സാധനം കാണിച്ചു കൊടുത്തു. പിറ്റത്തെ പോലെ എഴുതി ജയിച്ചു. ചെറിയ മാർക്കാണെങ്കിൽ അത് ജയിച്ചു. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സംഗതിക്ക് കുറുക്കൻ്റെ മാതിരി അത് പുളിയാണെന്ന് പറയുന്നത്. കുറുക്കൻ മുന്തിരിക്ക് കുറേ ചാടിയപ്പോൾ അത് പുളിയാണ്, അതിന് വേണ്ടെന്ന് പറഞ്ഞാണ്. മുന്തിരിക്ക ചാടി കിട്ടുന്നില്ല എന്നപ്പോൾ കിട്ടാത്ത സാധനം, കിട്ടാത്ത കനി അത് പുളിക്കാണ്, പുളിക്കണ മുന്തിരി ആര് തിന്നാനാണ് പോയി എന്നാണ്. ഇതേപോലൊരവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ തോറ്റു കൊടുക്കേണ്ട ഒരാവശ്യമല്ല. ചൗക്കസ് രഹന, അതായത് നമ്മുടെ ശത്രുക്കളെ കുറിച്ച് എപ്പോഴും നമുക്ക് അവബോധം ഉണ്ടായിരിക്കണം. ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് പ്രശ്നം, അങ്ങനെയല്ല. നമ്മളെ എതിരാളികൾ ദീനിയായ എതിരാളിയാണെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് നല്ല ബോധം ഉണ്ടായിരിക്കണം. ഭൗതികമായ എതിരാളികളാണെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് നല്ല ബോധം ഉണ്ടായിരിക്കണം. അത് വിചാരിച്ചിട്ട് ബോധം ഉണ്ടായിട്ട് അവനെ പിടിച്ച് തലണം പിടിക്കണം എന്നല്ല, അവൻ്റെ എതിർപ്പുകൾ എവിടെ വരും എന്നുള്ള അവബോധം ഉണ്ടായിരിക്കും. ദുആ ചെയ്യും, എന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനുകൾ ആസൂത്രണം ചെയ്യേണ്ടതാണ്. അത് നന്മയാണ്. ജഫാകശി, എത്ര വലിയ പണി വന്നാലും പേടിക്കാതിരിക്കുക. എന്ത് വലിയ ഉത്തരവാദിത്വം വന്നാലും എന്ത് പ്രശ്നം വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. അതിൽ നമ്മൾ ധീരരായിരിക്കുക. അതായത് ധൈര്യം എന്ന് പറഞ്ഞാൽ സാധനം കഠിനാധ്വാനം. പിന്നെ മല കയറുന്ന, ഇപ്പം നമ്മൾ ഡെസേർട്ട് പോകുമ്പോൾ മല കയറിയിട്ടുണ്ടായിരുന്നു, അതാണ് ജഫാകശി. കയറും ഞാൻ എന്നുള്ള ഒരു ധൈര്യത്തിൽ കയറൽ. അത് ഭൗതികമായിട്ടുള്ളതാണ്. ആത്മീയമായിട്ടുള്ളതും ആത്മനിഷ്ഠമായിട്ടുള്ള സംഗതികളിലും ഇത് തന്നെയാണ് കാണിക്കേണ്ടത്. ഞാൻ ഏറ്റെടുക്കുന്നു. ജുറത്ത് ആരാടാന്ന് വെച്ചാൽ ഞാനാണെന്ന് പറയാം. ഇത് പ്രശ്നം വന്നാൽ ആ ധൈര്യത്തോട് കാണിക്കുക. അത് ഞാനല്ല, വറാളാണെന്ന് വെച്ച് മാറിക്കാതിരിക്കുക. പിന്നെ ജോലി വരുമ്പോൾ അത് ഞാനല്ല, അവിടുത്തോട്ടെ. പിന്നെ പല കഥകളുണ്ടായില്ലേ, ഞാൻ കഥ പറയാനൊന്നും നേരം പോകും തൽക്കാലം പിൻവലിക്കാൻ. പിന്നെ ആവശ്യം വരുമ്പോൾ ഒരു സാധാരണ കുട്ടിക്കാലത്ത് നമ്മൾ ക്ലാസ്സിൽ അടി വാങ്ങിയൊരു കഥയാണ്. എൻ്റെ ഒരു ആത്മസുഹൃത്താണ്, കോഴിക്കോടുള്ള ആളാണ്, അഹമ്മദി തന്നെ. അവൻ്റെ ആളിങ്ങനെ എന്തെങ്കിലും കഥ പറഞ്ഞ് ചിരിപ്പിക്കും ക്ലാസ്സിൽ. അപ്പോൾ നമ്മുടെ നാടൻ ഭാഷയിലാണത് പറയുന്നത്. മോനെ വാ എന്ന് പറഞ്ഞു. എടാ വാടാ, എടാ എന്നാണെങ്കിൽ മുട്ടായി. അപ്പം അതിന് ആവശ്യമുണ്ടെങ്കിൽ പോവുക, അമ്മക്ക് ആവശ്യമില്ലെങ്കിൽ ഒഴിവായിക്കുക. അത് തെറ്റ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ധൈര്യം കാണിക്കുക. അത് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കാണിക്കുക. പ്രശ്നമില്ലാത്തതിൽ നിന്ന് മാറിക്കുക, പ്രശ്നങ്ങളിൽ നിന്ന് മാറിക്കുക, പ്രശ്നമില്ലാത്തതിന് മുമ്പോട്ട് പോകുക. അതല്ല, എന്തിനേയും ധൈര്യത്തോടുകൂടി എതിരിടുക. നന്മയോട് എപ്പോഴും സ്നേഹം ഉണ്ടായിരിക്കുക. ഏത് നന്മ, എങ്ങനത്തെ നന്മ ഉണ്ടല്ലോ എന്നോട് സ്നേഹം ഉണ്ടായിരിക്കുക. ജനങ്ങൾക്ക് സഹായിക്കണമെന്നുള്ള മനസ്സ് എപ്പോഴും ഉണ്ടായിരിക്കുക. അതിന് സാധിച്ചാലും ഇല്ലെങ്കിലും. ചില ആൾക്ക് ഞാൻ പലപ്പോഴും പലതാണ് ആലോചിച്ചിട്ടുണ്ട്. ചിലതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, പക്ഷെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അള്ളാഹ് അതിനുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് തരും. ആഗ്രഹം അള്ളാഹ് ദുആയിട്ട് സ്വീകരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം നമ്മളെപ്പോഴും ചെയ്യണം. ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. വളരെ സരളമായിട്ടുള്ള ജീവിതം നയിക്കുക. ടിപ് ടോപ്പാണ് ഉള്ളതിൽ ടിപ് ടോപ്പ്. സരളത, അതിലൊരു അത് വിചാരിച്ച് സരളത പറഞ്ഞത് തുണി ഗുണമെല്ലാം അടക്കുന്ന കളിയല്ല. ഉള്ളത് വൃത്തിയായിട്ട് നീറ്റായി, പക്ഷെ അതിൽ കഴിയുന്നതും ആഡംബരങ്ങൾ ഒഴിവാക്കുക. ആഡംബരം എന്ന് പറഞ്ഞാൽ ഏകദേശം മനസ്സിലാവും കാര്യങ്ങൾ. അത് ഓരോരുത്തർക്കും അവനവൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് അതിൻ്റെ ആഡംബരത്തെക്കുറിച്ച് പരിഗണിക്കേണ്ടത്. അത് ഇല്ലാത്തത് ഉണ്ടെന്ന് കാണിക്കാതിരിക്കും, പ്രശ്നം തീരും. അതേപോലെ നമ്മളെ കൊണ്ട് അതില്ലാതെ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടെന്ന്, അതുണ്ടായിട്ട് കഴിയണമെന്ന് വിചാരിക്കാതിരിക്കുക. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാനൊരു ചെറിയ കഥ അതിന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അതിന് ആഴം മനസ്സിലാവുള്ളൂ. സർ റസൂലുള്ളാഹി സാഹിബിന് ഒരു ചെരുപ്പ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പോകുമ്പോൾ ഷൂ മാറ്റണമെന്ന് കൂടുള്ള ആൾക്കാരാണ്. അവിടെ നിങ്ങൾ പോകുന്ന ഇന്ത്യൻ്റെ പ്രതീതിയായിട്ടാണ്, സാധാരണ പോക്കല്ല, റസൂലുള്ളാഹി ഖാനല്ല, ഇന്ത്യൻ്റെ പ്രതീതിയാണ്. അതുകൊണ്ട് ഈ തേഞ്ഞ ഷൂസ് ഇട്ട് പോകരുതാണ്. അപ്പോൾ അതിൻ്റെ സോള ഒരു ഭാഗം അങ്ങനെ ചതുങ്ങി കിടക്കാൻ. അപ്പോൾ റസൂലുള്ളാഹി സാഹിബ് പറഞ്ഞ് ചെരുപ്പ് കണ്ടിട്ട് റസൂലുള്ളാഹി ഖാനാണെന്ന് കണക്ക് കൂട്ടുന്നവൻ റസൂലുള്ളാഹി ഖാൻ അല്ലാന്ന് കൂട്ടിക്കോട്ടെ.
ഞാനവിടെ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് ഞാൻ നല്ല നിലയ്ക്ക് കൈകാര്യം ചെയ്തോളാം, നിങ്ങളെ പണി നോക്കിന്നാണ്. പിന്നെയും കൂടെയുള്ള സുഹൃത്തുക്കൾ നിർബന്ധിച്ച് പറഞ്ഞു നിങ്ങൾ ഷൂ വാങ്ങണമെന്ന്, പുതിയ ഷൂ വാങ്ങണമെന്നാണ്. അപ്പം അന്ന് എത്ര $50 അടുത്തെന്ത് ചിലവാകുന്നതാണ്. നല്ല അവരെ ടിപ്പ് ടോപ്പിലുള്ള ഷൂ അടിക്കുമ്പോൾ 55 എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല, പുള്ളി ഉള്ളതാണോ ഇല്ലാത്തൊന്നും ഓർക്കുന്നില്ല. തദീസ നിയമത്തിൽ വന്ന സംഭവമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ ചെയ്യില്ലെന്നാണ്. അപ്പോൾ ആരോ വാങ്ങിക്കൊടുക്കാറ് ആ പണി എനിക്കതിൻ്റെ ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഷൂ അങ്ങനെ വേറെ വാങ്ങിത്തരേണ്ട ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന്. വാങ്ങിക്കൊടുക്കാനും കഴിയില്ല, അദ്ദേഹം മാറ്റുമില്ല. അവസാനം നിർബന്ധം പറഞ്ഞപ്പോൾ അടുത്തൊരു സുഹൃത്ത്, ആ സുഹൃത്ത് തന്നെയാണ് ഇതൊരിക്കൽ കാദ്യൻ്റെ വന്ന് പറഞ്ഞത്. ഹദീസ് നിയമത്തിൽ ഇതിനെക്കുറിച്ച് ചെറിയൊരു വിവരണമുണ്ട്, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. അദ്ദേഹം പറയാണ് വളരെ സൗഹൃദമായിട്ട് പറഞ്ഞത്, ഈ ഇത്ര ആൾക്കാർ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? അപ്പോൾ പറഞ്ഞു എനിക്കുള്ള എൻ്റെ ഒരു ഷൂ ഇത് 10-15 കൊല്ലം മുമ്പ് വാങ്ങിയതാണ്. ഇത് ഞാൻ എല്ലാ വർഷവും പാകിസ്ഥാനിൽ പോകുമ്പോൾ എൻ്റെ അയൽവാസി ഒരു ചക്കിളിയനുണ്ട്, ചെരുപ്പ് കുത്തി, അയാളുടെ കയ്യിൽ കൊടുത്താൽ അതിൻ്റെ സോൾ എനിക്ക് മാറ്റിത്തരും. അതും എനിക്ക് ഇത്ര രൂപ കിട്ടും. ഇത് ഞാൻ ഇത്ര കുട്ടികൾക്ക് സ്റ്റൈപ്പൻ്റായിട്ട് കൊടുക്കുകയാണ്, പഠിക്കുന്ന ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റൈപ്പൻ്റായിട്ട് കൊടുക്കാനാണ് ഈ പൈസ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടികളുടെ പഠിത്തം നിർത്തി ഇന്ന് ഷൂട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കണ്ട നമ്മുടെ ഇവിടുത്തെ ചൗധരി സാഹിബ് ഒരിക്കൽ എന്നോട് പറഞ്ഞാണ്. ആ ചക്ലിയനെ അദ്ദേഹം എല്ലാ സമയം പോകുമ്പോൾ കാണും. അങ്ങനെ UNO ജഡ്ജി ആയതിനു ശേഷം അദ്ദേഹം അവിടെ വരികയാണ്. അപ്പോൾ കംപ്ലീറ്റ് ഫോഴ്സ് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്, സെക്യൂരിറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടുന്ന് നടന്നാണ് പോകാറ്. അതിന് കാരണം അവിടെ വഴിയിൽ ചില ആളുകളൊക്കെ ഇദ്ദേഹം സാധാരണ കാണാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ചക്ലീൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചതുകൊണ്ട് ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് നന്നാക്കുന്ന ഒരാളുണ്ടായിരുന്നു, അയാളെ കണ്ട് സലാം പറഞ്ഞ് അയാൾക്ക് എന്തോ കൊടുത്തിട്ട് അവിടെ നടന്നു പോയി. UN ഒരു ജഡ്ജി ആയാലും അതാണ് സരളമാണ്. അദ്ദേഹം സാധാരണ റിക്ഷയ്ക്ക് പോകുന്ന ഒരു ആളുണ്ട്, അദ്ദേഹം പോകേണ്ടത് വണ്ടിയിലാണ്. അപ്പോൾ പറഞ്ഞു റിക്ഷക്കാരനുള്ള പൈസയും കൊടുത്തിട്ട് നമുക്ക് വണ്ടിയിൽ പോകാമെന്നാണ്. വളരെ സരളമായിട്ടുള്ള ഒരു ലൈഫ്. അദ്ദേഹം ഖാദിയാനിൽ വന്നപ്പോഴേ 100 റൂമുകളുള്ള ഒരു വീടുണ്ട് അദ്ദേഹത്തിന് അവിടെ. ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി ഓഫീസ് നമ്മൾ സിവിൽ ലൈനിലേക്ക് പോകുമ്പോൾ ഖാദിയാൻ്റെ അവിടെ നിന്ന് കയറുന്ന നമ്മൾ ഗസ്റ്റ് ഹൗസിലേക്കെല്ലാം താമസിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ ഫസ്റ്റ് കാണുന്ന ബിൽഡിംഗ് 100 റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് അക്കാലാണ്. അതിൽ താമസിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു വന്നപ്പോൾ നിങ്ങളെ വീടാണല്ലോ നിങ്ങൾ താമസിച്ചു വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, ഞാൻ മസീമോദിൻ്റെ നാട്ടിലാണ്, ഇവിടെ വരുന്ന ആളുകൾ അതിഥികൾ അവിടെ വന്നാൽ ഇവിടെയും താമസിപ്പിക്കേണ്ട ഒരു സൗകര്യം വന്നാൽ കൊടുക്കാൻ വെച്ചിട്ടുണ്ടാക്കിയാണ്. സരളതയുടേതാണ്. അതേസമയത്ത് അതിൽ മസ്ജിദ് മുബാറക്കിൻ്റെ അവിടെ നിന്നുള്ള ഒരു ഇഷ്ടികയാണ് ദാറുൽ മസീദ് എന്ന് ഞാനതിൽ കൊണ്ടുവച്ചത്. മുഴുവൻ ദാറുൽ മസീദ് ഇവിടെ എനിക്കുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. വളരെ സരളമായിട്ടുള്ള ലൈഫിൽ പക്ഷേ ലോകത്ത് ഏറ്റവും ഉന്നതന്മാരാണ് ഡോക്ടർ സാലി അലാവുദ്ദീൻ സാഹിബ്, നമുക്കറിയാവുന്നതാണ്. അതേ ഒരു യാത്രയിൽ ഒരു ചുമന്ന കോട്ടിട്ട് ഡൽഹി വെച്ച് ഒരാൾ പറഞ്ഞ് ഈ പെട്ടി എടുക്കുന്നതാണ്. പെട്ടി എടുത്ത് തലയിൽ വെച്ച് കൊണ്ടുപോയി വെച്ചു കൊടുത്ത്. അപ്പോൾ അയാൾ പൈസ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ കൂലിയല്ല എന്നാണ്, കൂലിയാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തെ വിളിച്ചായിരുന്നു. ഉസ്മാനിയ കോളേജിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, അസ്ട്രോണമിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും സയൻറ്റിസ്റ്റുമാണ്. സരള ജീവിതം കൊണ്ട് അങ്ങനെയാണ് ജനങ്ങളുടെ കണ്ടത്. അപ്പോൾ അത് ഒരു നന്മയാണ് ലൈഫിൽ, അത് കൊണ്ടുനടന്നാൽ ഏറ്റവും രസമുള്ളൊരു ജീവിതമാണ്. ഒരുപക്ഷെ നമ്മൾ ഒരു വർഷം ഈദിനെടുക്കുന്ന ഡ്രസ്സ് നമ്മുടെ നാട്ടിലുള്ള ഡ്രസ്സില്ലാതെ കരഞ്ഞ് പള്ളിയിൽ പോകുന്ന ഏതെങ്കിലും 2 കുടുംബത്തിന് ഡ്രസ്സായി എന്ന് വരും. നമ്മൾ ചെറിയ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്ത് വലിയ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാതെ സരളത കാണിക്കുമ്പോൾ നാട്ടിലെ നമ്മുടെ അയൽവാസിയോ നമ്മുടെ ബന്ധുവോ നമുക്ക് പരിചയമുള്ള 2 കുടുംബങ്ങൾ കടം വാങ്ങാതെ പെരുന്നാൾ കടം വാങ്ങാതെ കൊണ്ടാടിയും വരും. സരള ജീവിതം കൊണ്ട് എത്രയോ ജീവിതങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ക്ലാസ്സിലുള്ളത് നന്മകൾ, ഒരു 4 ടൈപ്പ് നന്മകൾ. അത് കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ.
എങ്ങനെ സാഹചര്യങ്ങൾ നമുക്ക് കണ്ടെത്താം. അത് കഴിഞ്ഞ് നമ്മളിൽ നന്മണ്ടോ തിന്മണ്ടോ എന്ന് പെട്ടെന്ന് കണക്കൂട്ടാനുള്ള ഒരു 6 മെത്തേഡ്. നന്മണ്ടോ തിന്മണ്ടോ എന്ന് നമുക്ക് കണക്കൂട്ടാൻ കഴിയും പെട്ടെന്ന്. അതിന് 6 മെത്തേഡ്. അതിൻ്റെ വിശദം പറയുന്നത് ഇതുകൂടെ ആകുമ്പോഴേ ഇതിൻ്റെ ഒരു പോർഷൻ കഴിയും. അടുത്ത ക്ലാസ്സിൽ നന്മകളാണെന്ന് മനസ്സിലാക്കിയിട്ടും ചെയ്യാൻ പറ്റാത്ത ഇടങ്ങൾ, തിന്മകളാണെന്ന് മനസ്സിലാക്കിയിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, അത്തരത്തിലുള്ള ആളുകൾക്കുള്ള വളരെ സരളമായിട്ടുള്ള ലിസാനിയുടെ ചികിത്സ. ഞാൻ രണ്ടോട് കൂടി തീരുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു നമുക്ക് ശുദ്ധമായ ഹൃദയം തന്നരുമാറാകട്ടെ. നന്മയുടെ എത്രയോ വാതായനങ്ങളുണ്ട്. അത് ചർച്ച ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ളതാണ്. പക്ഷേ അത് തുറന്നു തരേണ്ടത് അള്ളാഹുവാണ്. അത് നമുക്ക് തുറന്നു തരുമാറാകട്ടെ. തിന്മയുടെ നമുക്കറിയാവുന്ന തിന്മകളുണ്ട്, അറിയാത്ത തിന്മകളുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആർജവവും ത്രാണിയും തരേണ്ടവനും അള്ളാഹുവാണ്. അതും അവൻ നൽകുമാറാകട്ടെ. ആമീൻ.